ഏതായാലും നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ 1 മണിക്കൂർ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. 2019 മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഒരു എപ്പിസ്കോപ്പൽ അസംബ്ലി, മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി എന്ന പേരിൽ സഭയുടെ അസംബ്ലി നടത്തി. ആ അസംബ്ലിയുടെ അത് 2ാമത്തെ അസംബ്ലിയായിരുന്നു. ആദ്യത്തെ അസംബ്ലി വിഷയം സുവിശേഷകയായ സഭ എന്നായിരുന്നു. 2ാമത്തെ വിഷയം കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്നുള്ളതായിരുന്നു. നമ്മുടെ കുടുംബങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു സഭ ഒന്നാകെ ഒരു അസംബ്ലി നടത്തി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ദൈവശാസ്ത്രപരവും മറ്റ് വിവിധ മാനങ്ങളിലും അതിനെ സമീപിക്കുകയും ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോൾ നമ്മുടെ സെൻറ്റിനറിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മലങ്കര സഭ. 1934 പുനരൈക്യത്തിലൂടെ കടന്നു വന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭ അതിൻ്റെ 100ാം വർഷം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഈ 2030 ആണ്ടിൽ എത്തിച്ചേരുമ്പോൾ ഇതിൻ്റെ സെൻറ്റിനറി ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ ആത്മീയമായി ബലപ്പെടണമെന്നും അത് കൃപ നിറയുന്ന കുടുംബങ്ങളായിരിക്കണമെന്നും സഭ വിഭാവനം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു 5-6 വർഷം 10 വർഷത്തെ ഈ സിനഡിന് ശേഷമുള്ള 10-11 വർഷത്തെ നമ്മളുടെ പഠനങ്ങളും ചിന്തകളും എല്ലാം പ്രധാനമായും ഈ ഒരു തീമുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൃപ നിറയുന്ന കുടുംബം എന്ന വിഷയം എടുത്ത് ചർച്ച ചെയ്യാമെന്ന് കരുതുകയാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാനതിൻ്റെ ഏതാനും ചിന്തകൾ ഈ ഉള്ള സമയം കൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 1ാമത്തെ കാര്യം, കുടുംബം ദൈവസ്നേഹത്തിൻ്റെ ദിവ്യരഹസ്യം. ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ ദിവ്യരഹസ്യം ആണ് കുടുംബമെന്ന് നമുക്ക് വചനത്തിൽ നിന്നും മനസ്സിലാകാൻ പറ്റും. ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചൊരുക്കി. ഈ പ്രപഞ്ചത്തിലെല്ലാം മനുഷ്യർക്ക് വേണ്ടി അവിടെ സൃഷ്ടിച്ചു. പ്രകാശം മുതൽ ഓരോന്നോരോന്നായിട്ട് ദൈവം സൃഷ്ടിച്ചൊരുക്കി. നമുക്കറിയാം 6ാം ദിവസം അവിടുന്ന് മനുഷ്യനെ കൂടി സൃഷ്ടിച്ചു. അത് സ്ത്രീയും പുരുഷനുമായിട്ട് ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം മറ്റൊരു സൃഷ്ടി വിവരണം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് പലർക്കും അറിയത്തില്ല, അത് 2 സൃഷ്ടി വിവരണമാണെന്ന് അറിയത്തില്ല. നമ്മൾ പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഇപ്പോൾ കുറച്ച് പേരങ്ങ് പറയും അത് ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിച്ചു. വേറെ ചിലരൊക്കെ പറയും ദൈവം മണ്ണെടുത്ത് കുഴച്ച് മനുഷ്യനെ സൃഷ്ടിച്ചു, പുരുഷനെ സൃഷ്ടിച്ചു, അവനെ ഉറക്കിയിട്ട് അവൻ്റെ വാരിയലിലെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ചു. ഇത് രണ്ടും നമ്മൾ വായിക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ സൃഷ്ടിയുടെ 2 വിവരണങ്ങളാണ് അതെന്നും 2 രീതിയിലുള്ള പാരമ്പര്യങ്ങൾ ആണ് ഈ സൃഷ്ടി വിവരണങ്ങളെ അവതരിപ്പിക്കാൻ കാരണമെന്നും ചിലർക്ക് അറിയത്തില്ല. ചിലർക്ക് അറിയാം, നിങ്ങളിലുള്ള ചിലർക്ക് മിക്കവാറും പേർക്കൊക്കെ അറിയാമായിരിക്കും. എങ്കിലും ഞാനതൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൈവ സൃഷ്ടി മനുഷ്യനെ ദൈവം സ്നേഹിച്ചതുകൊണ്ടാണ് ദൈവത്തിൻ്റെ തന്നെ ഛായയും സദൃശ്യം കൊടുക്കാൻ കാര്യം. വേറെ ഒന്നിനും കൊടുത്തിട്ടില്ല, ഒരു മൃഗത്തിനും കൊടുത്തിട്ടില്ല, ഒരു സൃഷ്ടിക്കും ദൈവം കൊടുത്തില്ല. മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചപ്പോഴാണ് അവർക്ക് ദൈവത്തിൻ്റെ ഒരു ഭാവവും രൂപവും ഒക്കെ കൊടുത്തത്. ഈ ഛായ ബാഹ്യമല്ല, ഈ ഛായ ആന്തരികമാണ്. നമ്മൾ സ്നേഹിക്കുവാനുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മനുഷ്യരോട് ക്ഷമിക്കുവാനുള്ള മനസ്സുണ്ട്. ചിലപ്പോഴൊക്കെ നാം ക്ഷമിക്കുന്നുമുണ്ട്. മറ്റുള്ളവരെ കരുതുവാനുള്ള നമുക്ക് താല്പര്യമുണ്ട്, നമ്മൾ കരുതുന്നുമുണ്ട്. അതൊക്കെ കൂടിയും കുറഞ്ഞും ഇരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ചിലർ പറയുമല്ലോ, ചിലർ നല്ല മനുഷ്യരാണെന്ന് പറയും. അവർ കൂടുതൽ ദൈവമായി ഭാവങ്ങളും രൂപങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവർ ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഛായ സദൃശ്യം ബാഹ്യമായിട്ടുള്ള ഒന്നല്ല, ആന്തരികമായിട്ടുള്ളതാണ്. അങ്ങനെ അവിടുന്ന് സ്ത്രീയെയും പുരുഷനെ സൃഷ്ടിച്ചു. എന്തിനാണ്? തൻ്റെ സ്നേഹം പങ്കിടാൻ, ഈ സ്നേഹം ജീവിക്കാൻ, ഈ സ്നേഹം തുടരാൻ. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം ഈ ലോകത്തിൽ തുടർന്നുകൊണ്ട് പോകണം. ദൈവം ഒരിക്കൽ സൃഷ്ടിച്ചു, ആ സൃഷ്ടി പൂർത്തിയാക്കി എല്ലാ ജീവജാലങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു, മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം സൃഷ്ടിച്ചു. എന്നിട്ട് മനുഷ്യനോട് പറഞ്ഞു, നീ ഭൂമിയിൽ പെരുകുക. അങ്ങനെ അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഒരു റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ളത് എല്ലാ ജീവികൾക്കും. മനുഷ്യന് പ്രത്യേകിച്ചും ദൈവിക കുഞ്ഞുങ്ങളെ അതിനെ ഉൽപ്പാദിപ്പിച്ച് വളർത്തിയെടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കുടുംബജീവിതത്തിലൂടെ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് വചനത്തിൻ്റെ പിൻബലത്തിൽ നമ്മളതിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒന്നാകാനായിട്ടാണ്,
ഒരു കുടുംബമാകാനായിട്ടാണ്. അതുകൊണ്ട് നമ്മളൊക്കെ അറിയാം, സിറോ മലബാർ സഭയിലെ കല്യാണത്തിന് ഒരു പാട്ട് പാടാറുണ്ട് പള്ളിയിൽ. ആദിയിൽ അഖിലേശൻ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായിട്ട് ആദ്യത്തെ സൃഷ്ടിച്ചു, ഒബയെ സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് പാടാറുണ്ട്. അപ്പോൾ ഓരോ കുടുംബവും, ഇന്നുള്ള ഒരു കുടുംബവും അതിൻ്റെ ഒരു റെപ്ലിക്കയായിട്ട്, അതിൻ്റെ അടിസ്ഥാനമായിട്ട് എടുക്കുന്നത് ദൈവം സൃഷ്ടിച്ച മനുഷ്യരെ തമ്മിൽ യോജിപ്പിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് അവർ തമ്മിൽ ഒന്നിച്ച് വന്നപ്പോൾ ആദം പറഞ്ഞല്ലോ, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ്. അത്രമാത്രം അതൊരു സ്നേഹമാണ്. നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസമാണെന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള അഭേദ്യമായ സ്നേഹബന്ധമാണ്. ആ സ്നേഹബന്ധം ദൈവത്തോടൊപ്പം നടക്കുവാനും കൂടിയായിരുന്നു. അതുകൊണ്ട് ആദ്യമേ മാതാപിതാക്കൾ ഈ ഈ ആദവും ഹൗവയും ദൈവത്തോടൊപ്പം ഏദൻ തോട്ടത്തിലൂടെ നടക്കുമായിരുന്നു, ഉലാത്താൻ പോകുമായിരുന്നു. അവസാനം പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒളിച്ചിരുന്നപ്പോൾ തോട്ടത്തിൽ കർത്താവിൻ്റെ കാലൊച്ച കേട്ടപ്പോഴാണ് അവർ ഒളിച്ചതെന്നാണ് പറയുന്നത്. നാണം കൊണ്ട് ഒളിച്ചു. നീ എവിടെയാണ് ആത്തോട് ചോദിച്ചു. അങ്ങനെ ഒളിച്ചിരിക്കുക. അപ്പം എന്താ പറ്റിയേ? വിലക്കപ്പെട്ട ഫലം ഭക്ഷിച്ചതുകൊണ്ടാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ദൈവത്തോടൊത്ത് നടക്കാൻ, ദൈവത്തോടൊത്ത് ചേരാൻ, ഒത്ത് ജീവിക്കാനായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുവാനായിട്ട്. അതുകൊണ്ടൊരു ദൈവികമായ ഒരു പദ്ധതിയാണ് ഈ മനുഷ്യ സൃഷ്ടി എന്ന് പറയുന്നത്. ആ പദ്ധതി പഴയ ഉടമ്പടി നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ ഈ സൃഷ്ടി ആദത്തിൽ ഹവ്വയിൽ ആരംഭിച്ചിട്ട് ഗോത്രപിതാക്കന്മാരിൽ 12-ാം അധ്യായമൊക്കെ ആകുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ നമ്മൾ അബ്രാഹത്തിൻ്റെ വിളിയൊക്കെ കാണുന്നുണ്ട്. അബ്രാഹത്തിൻ്റെ കുടുംബം ആ രീതിയിലേക്ക് ആകുന്നു. അബ്രാഹം മുതൽ ഗോത്രപിതാക്കന്മാരെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇങ്ങനെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നവരാണ്. അതുകൊണ്ട് അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ, നമുക്കറിയാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയിലാണ് അവർ ഇസ്ഹാക്കിന് ജന്മം നൽകിയത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ, അതുകൊണ്ടാണ് നമ്മുടെ വിവാഹത്തിൻ്റെ ആശീർവാദ കർമ്മത്തിൽ തന്നെ പലപ്പോഴും നമ്മൾ ഈ പാട്ട് പാടിക്കൊണ്ട് തന്നെ നമ്മുടെ ലിറ്റർജിക്കകത്ത്, ആരാധനക്രമത്തിനകത്ത് അതിമനീതി ജനവാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്ത ദേവാ കൃപതീരണമേ. ഇവിടെ ഇരിക്കുന്ന അമ്മമാർ പലരും ഈ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അന്നേരം ഈ പാട്ടൊന്നും കേട്ട് കാണത്തില്ല, ശ്രദ്ധിച്ച് കാണത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ അന്നത്തെ ഒരു സാഹചര്യത്തിൽ. പക്ഷേ സഭയിലെ പുരോഹിതരെ, കൊയറ് അവരെല്ലാം പാടി ഇങ്ങനെ ആദിമ നീതിജ്ഞന്മാരെ, മാതാവിനെ ഹവ്വായെ, അബ്രാഹത്തെ ഇസ്ഹാക്കിനെ, അങ്ങനെ പറഞ്ഞ് ഔസേപ്പിനെ വരെ മിസ്രൈമിൽ ഉള്ളതെല്ലാം ചൊല്ലിക്കൊണ്ടാണ് നമ്മുടെ അത്രമാത്രം ഈ പാരമ്പര്യമായിട്ടുള്ള ഒരു ആത്മീയമായ ഒരു കുടുംബ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് വിവാഹത്തെ അവതരിപ്പിക്കുക. അതാണ് നമ്മൾ പഴയ ഉടമ്പടി കാണുക. പുതിയ ഉടമ്പടിയിലേക്ക് വന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും കൊറിന്തോസുകാർക്ക് എഴുതിയ, പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം 7-ാം അധ്യായം, 7-ാം അധ്യായത്തിൽ വിവാഹബന്ധം ത്തെക്കുറിച്ചും ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ചും പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. വിവാഹ ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം, ഓർത്തിരിക്കുക, 1-ാം അധ്യായം 7-ാം ലേഖനം. നിങ്ങളിപ്പോൾ ഒത്തിരി മുഴുവൻ എഴുതിയെടുക്കാനായിട്ട് തത്രപ്പെടേണ്ട. ഞാൻ ഈ പറയുന്ന ഇന്ന് എടുക്കുന്ന ക്ലാസ്സിന് മുഴുവൻ നോട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. ഷെയർ ചെയ്ത് തന്നാൽ നിങ്ങൾക്കത് വിട്ടുപോകുന്നതും കൂടെ വായിക്കാൻ ചെയ്യാം. താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ കയ്യിലൊരു കുടുംബത്തെക്കുറിച്ചുള്ളൊരു ഇതായിട്ടിരിക്കും. ഞാനത് ആ അസംബ്ലിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ, ഈ രൂപതയുടെ അസംബ്ലി നടത്തിയപ്പോൾ അതിൻ്റെ റിസോഴ്സ് പേഴ്സൺ എന്ന നിലയിൽ ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ അത് മുഴുവൻ എഴുതിയെടുക്കുന്നതിൽ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു, ആദവും ഹവ്വയും അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഗോത്രപിതാക്കന്മാരെ ദൈവം സൃഷ്ടിക്കുന്നതായിട്ട്. അപ്പോൾ അവരെ ഒരുമിച്ചായിരിക്കാൻ ദൈവത്തോടു കൂടി തന്നെ ആയതുകൊണ്ട്, ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലുമായിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം ഈ ലോകത്തിൽ തുടരുവാനായിട്ട് ഒരു സംവിധാനം ദൈവം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് 2-ാമത് സൃഷ്ടി വിവരണത്തിൽ പറയുന്നു, പുരുഷൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് പറ്റിയ ഒരു ഇണയെ, ഒരു തുണയെ. നമ്മൾ പലപ്പോഴും ഇന്നത്തെ കാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവന് പറ്റിയ ഒരു ഇണയെ കൊടുക്കണമെന്നാണ്. തുണ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറ് പോലുമില്ല. അത് ശരിക്കും അതിൻ്റെ ഒറിജിനൽ ഭാഷയിൽ ഇണയും തുണയുമുണ്ട്. ഭർത്താവ്, അത് നമ്മൾ വെറും ലൈംഗികമായിട്ട് മാത്രം വിവാഹ ജീവിതത്തെ കാണുമ്പോൾ ഇണയായിട്ട് മാത്രം കാണും. പക്ഷേ ഒരു ആത്മീയ കൂട്ടായ്മയായിട്ട് ഭാര്യ-ഭർത്തൃ ബന്ധത്തെ കാണുമ്പോൾ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും കൂടെ ചേരുന്ന ഒരു കുടുംബ അന്തരീക്ഷത്തെക്കുറിച്ച് കാണുമ്പോൾ ഒരിക്കലും അതിനെ നമ്മളൊരു ഇണയായിട്ട് കാണുകയില്ല,
ബൈബിളിൽ പറയുന്ന പോലെ അവന് ഒറ്റയ്ക്കായിരിക്കുന്ന അല്ല, അവന് പറ്റിയ ഒരു ഇണയെ തുണയെ കൊടുക്കണം. എന്നിട്ട് ദൈവം സൃഷ്ടിച്ച എല്ലാത്തിനും കൊണ്ടുവന്നു. എല്ലാത്തിനും നോക്കിയിട്ട് അവന് പറ്റിയ ആരും ഒരു ബോധനം കാണാനൊന്നും പറ്റിയില്ല. അവന് പറ്റിയ ഒരു ഇണയെ ഇല്ല ആ കൂടെ ദൈവം സൃഷ്ടിച്ചതിനാണ്. അതുകൊണ്ടാണ് അവനെ നിദ്രയിൽ ആഴ്ത്തിയിട്ട് അവന് ഭാര്യയിൽ എടുത്തു എന്നൊക്കെ പറയുന്ന ഒരു നമ്മൾ ആ രീതിയിൽ അതിനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നരിയൻ നരനിൽ നിന്ന് പുറപ്പെട്ടതുകൊണ്ട് നാരി എന്ന് അവളെ വിളിച്ചു. നമ്മൾ ബൈബിളിൽ പറയുന്നുണ്ട് 2-ാം അധ്യായത്തിൽ. ഇപ്പം അത് വിളിക്കുന്നുണ്ട്, പക്ഷേ അക്ഷരമൊക്കെ മാറിപ്പോകുന്നു മാത്രമേ ഉള്ളൂ. ചിലരൊക്കെ വിളിക്കുന്നുണ്ട്. നരൻ എന്ന് പറയുന്നുണ്ട് നാരി എന്ന് വിളിച്ചെന്നാണ് പറയുന്നത്, ഹരമായിട്ട് പറയണ്ട ആരും. അപ്പം അതുകൊണ്ട് അങ്ങനെ ദൈവം സൃഷ്ടിച്ചു. അപ്പോൾ ഇപ്രകാരം ഇങ്ങനെ സൃഷ്ടിച്ച് അവരൊരു കുടുംബമായിട്ട് പോയപ്പോൾ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ഇതുപോലെ തന്നെ ദൈവികമായൊരു ഭാവം കുടുംബത്തിന് കാണുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പസ്തോലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിൽ കുടുംബത്തെ വിവാഹ ബന്ധത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള വചനഭാഗത്ത് ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതാണ് നമ്മൾ ശരിക്ക് കല്യാണത്തിൻ്റെ ദിവസം ലേഖനം വായിക്കുന്നത്. അത് കപ്പ്യാർ വായിക്കും, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. അത് നമ്മൾ വായിക്കുമ്പോൾ ചിലർ പണ്ടാരണ്ട് പറഞ്ഞു ഇതൊരു രഹസ്യമാണെന്ന് പറഞ്ഞു പൗലോസ് അപ്പോസ്തലൻ. ഈ സ്നേഹബന്ധം, വിവാഹ ജീവിതത്തിലെ സ്നേഹബന്ധം ഒരു രഹസ്യമാണെന്ന് പറഞ്ഞു. സത്യത്തിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കി, നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു പരിചയമില്ലാതെ വളരെ കുറച്ച് പേരൊക്കെ പ്രേമിച്ച് കെട്ടി കാണും, ബാക്കിയുള്ളവരൊക്കെ ആലോചിച്ച് കൊണ്ടുവന്ന് കല്യാണം കഴിച്ചതാണ്. നിങ്ങളെ അന്ന് വരെ കണ്ടിട്ടില്ലാത്തവരും കല്യാണം കഴിഞ്ഞാൽ പിറ്റേ മുതൽ അമ്മയും അപ്പനും ഒക്കെ 2-ാം സ്ഥാനമാണ്. കല്യാണം കഴിഞ്ഞ് വന്ന അതൊരു മിസ്റ്ററി അല്ലേ സത്യം പറഞ്ഞാൽ. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ജന്മം നൽകി നമ്മളെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന് പ്രസവിച്ച് നമ്മൾ വീട്ടിൽ അമ്മയുടെ മുലപ്പാല് കുടിച്ച് വളർന്ന നമ്മൾ ഈ വിവാഹ ജീവിതം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ സൈഡ് പറയുമോ, നിങ്ങൾ കെട്ടിയവൻ്റെ സൈഡ് പറയുമോ? നിങ്ങൾ കെട്ടിയ സൈഡേ പറയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ കണ്ടും കേട്ടിരിക്കുന്നതാണ്. അതൊരു മിസ്റ്ററിയാണ് സത്യം പറഞ്ഞാൽ, ഒരു രഹസ്യമാണ്, ഒരു സ്നേഹത്തിൻ്റെ രഹസ്യമാണ് കൂടി ജീവിക്കാനുണ്ട്. അതിനെക്കുറിച്ച് അപ്പസ്തലൻ തന്നെ എഫേസ്യർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇതൊരു വലിയ രഹസ്യമാകുന്നു. അത് പണ്ടൊരു കപ്പ്യ അയച്ചു, ഇതൊരു വലിയ രസമാണെന്ന് വായിച്ചു. രഹസ്യം എന്നുള്ളതിന് വിവാഹ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് വലിയ അവന് രഹസ്യം എന്നുള്ള അക്ഷരം കിട്ടിയില്ല, ഇത് നല്ല രസമാണെന്ന് പറഞ്ഞു. അപ്പോൾ വിവാഹ ജീവിതം ഒരു രഹസ്യവുമാണ്, ഒരു രസവുമാണ്. അതുകൊണ്ട് ഈ രഹസ്യം എന്നുള്ളത് മിസ്റ്ററി എന്ന അർത്ഥത്തിൽ വെളിപ്പെടുത്തപ്പെടാത്ത, അതാ ഒരു മിസ്റ്ററിയാണ് നിങ്ങളോട് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഒന്നിച്ച് ജീവിച്ച് വളർന്ന അപ്പനെ അമ്മയെക്കാളും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് ഈ കല്യാണം കഴിക്കുന്ന ചെറുക്കനെ കയറ്റി വെച്ച് കഴിഞ്ഞു അപ്പം കുടുംബത്തിൽ. അത് മനുഷ്യൻ്റെ എല്ലാം മനസ്സിൻ്റെ ഒരു ഭാവമാണ്. അത് കഴിഞ്ഞ് ഏറ്റവും ഒരു വിവാഹിതയായ സ്ത്രീയോട് നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഭർത്താവ് എന്നുള്ള ഉത്തരം കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ അതാണോ വരുന്നതെന്നുള്ളത് വേറെ വിഷയം, പക്ഷേ അതായിട്ട് കറക്റ്റാണ് വരുന്നത്. തിരിച്ച് ഭർത്താവിനോട് ചോദിച്ചാൽ എൻ്റെ ഭാര്യയാണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് അവർ രണ്ടുപേരും കൂടെ ഉണ്ടായ കുഞ്ഞുങ്ങൾ, അവർ രണ്ടുപേർക്കും ജന്മം നൽകിയ മാതാപിതാക്കൾ, സഹോദരങ്ങൾ. ഇതാണല്ലോ നമ്മുടെ സ്നേഹവലയത്തിൻ്റെ, കുടുംബ ബന്ധത്തിൻ്റെ വലയം. ഇനിയും മക്കളെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ ആദ്യം ഞാൻ പറഞ്ഞത്. 6-ാം അധ്യായത്തിൽ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് 6-ാം അധ്യായത്തിൽ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ വിഷയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ഉടമ്പടിയിൽ സുവിശേഷങ്ങളിലേക്ക് നമ്മൾ കടന്നു നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൽ, മർക്കോസ് 10-ൽ, മാത്യു 22-ൽ, ലൂക്ക 14-ൽ ഒക്കെ വിവാഹ വിരുന്നിനെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും ഒക്കെ പറയുകയാണ്. അതിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം. നിങ്ങളിതെല്ലാം എഴുതിയെടുക്കാൻ പോയാൽ ഒരു മണിക്കൂർ കൊണ്ട് തീരുകയല്ല. അതുകൊണ്ടാണ് ഞാൻ തരാമെന്ന് പറഞ്ഞത്. നിങ്ങൾ കേട്ടിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, പുതിയ ഉടമ്പടിയിലെ പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങളിലും അതുപോലെ തന്നെ 4 സുവിശേഷകന്മാരും വിവാഹത്തെക്കുറിച്ച്, അതിൻ്റെ പവിത്രതയെക്കുറിച്ച് പറയാനായിട്ടും കൂടി കർത്താവിൻ്റെ കൃപ ചൊരിയപ്പെട്ട ഒരു അവസ്ഥയാണല്ലോ കാനായിലെ കല്യാണ വിരുന്ന്. അതുകൊണ്ട് യോഹന്നാൻ ഉൾപ്പെടെ മത്തായി, മർക്കോസ്, ലൂക്കായും യോഹന്നാനും ഈ വിവാഹ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. ഒരു വിശുദ്ധമായ വിളിയാണിത്. കൃപയുടെ നിറവിലാണ് ഒരു ക്രിസ്തീയ കുടുംബം രൂപപ്പെടുന്നത്. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതാണത്, മനുഷ്യൻ വേർപെടുത്തരുതെന്ന് പറയുന്നു. അപ്പോൾ ദൈവം യോജിപ്പിച്ചതായിട്ടൊരു കുടുംബ ജീവിതത്തെ, വിവാഹ ജീവിതത്തെ കാണണം. അതാണ് സത്യത്തിൽ ഇതിൻ്റെ ഒരു ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ബൈബിൾ പരമായിട്ട് ഈ കുടുംബത്തെ, പഴയ ഉടമ്പടിയുടെയും ഞാൻ പറഞ്ഞു, പുതിയ ഉടമ്പടിയും പറഞ്ഞു, ആ രീതിയിൽ അങ്ങനെ. അതുകൊണ്ട് അതാണത്. ഇനിയും സമകാലീന സഭയുടെ സമീപനം. ഈ അടുത്ത കാലത്തുള്ള മാർപ്പാപ്പമാരെല്ലാം, പ്രത്യേകിച്ചും നമ്മൾ 2-ാം വത്തിക്കാൻ കൗൺസിൽ അവസാനിക്കുന്ന 1965-ലാണ്.
62 മുതൽ 65 വരെയുള്ള വർഷങ്ങളിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നടന്നു. ഇപ്പോൾ എത്ര വർഷമായി? നമ്മളൊക്കെ ഞാൻ ജനിച്ചായിരുന്നു. വത്തിക്കാൻ കൗൺസിൽ തുടങ്ങിയപ്പോഴേക്കും ഞാൻ കുഞ്ഞായിരുന്നു. നിങ്ങൾ ജനിക്കാത്ത ഒത്തിരി പേര്, നിങ്ങൾ ജനിച്ചിട്ടില്ലാത്തവർ ഒത്തിരി പേരുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ അന്നുള്ള സഭയുടെ ഔദ്യോഗിക പഠിപ്പിക്കൽ 16 പ്രമാണ രേഖകളുണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്. അറിയത്തില്ലാത്തവരൊന്ന് ഓർത്തിരിക്കുക. 16 പ്രമാണ രേഖകളാണ്, ഡോക്യുമെന്റ്സ് എന്ന് പറയും, ഉള്ളത്. അതിൽ ഒരെണ്ണം സഭ ആധുനിക ലോകത്തിൽ, മലയാളത്തിൽ പറയുന്നത്, അതിന് ലാറ്റിനിൽ ഗൗദിയും എത്ത് സ്പെസ് എന്ന് പറയും. ഗൗദിയും എത്ത് സ്പെസ് ലാറ്റിൻ വാക്കാണ്. എത്ത് എന്ന് പറഞ്ഞാൽ ആൻഡ് എന്നാണ്. അപ്പോൾ സഭ ആധുനിക ലോകത്തിൽ എന്നുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ട് വത്തിക്കാൻ കൗൺസിലിൻ്റെ. അതുപോലെ തന്നെ ഫമിലിയാരിസ് കോൺസോർസിയോ, ജോൺ പോൾ രണ്ടാമൻ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ കുടുംബം എന്ന ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞുകൊണ്ട് ചാക്രിക ലേഖനം എഴുതി. കുടുംബത്തെക്കുറിച്ചുള്ളതെല്ലാം പഠന വിഷയമായിരുന്നു ഈ മാർപ്പാപ്പമാരുടെ. ആദ്യ കാലഘട്ടത്തിലുള്ള ഞാൻ എടുക്കുന്നില്ല, വത്തിക്കാൻ കൗൺസിൽ മുതലുള്ളത് എടുക്കുന്നുള്ളൂ. വത്തിക്കാൻ കൗൺസിലിൽ ഒരു രേഖയുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഒരു ചാക്രിക ലേഖനം, ഒരു ഡോക്യുമെന്റ്. രണ്ടാമത് ജോൺ പോൾ രണ്ടാമൻ ഫമിലിയാരിയോസ് കോൺസോർസിയോ എന്ന് പറയുന്ന ഒരു കുടുംബം എന്ന കൂട്ടായ്മ. ദെൻ വേറൊരെണ്ണം ജോൺ പോൾ രണ്ടാമൻ്റെ തന്നെ മുളിയേരിസ് ഡിഗ്നിറ്റാത്തും, സ്ത്രീത്വത്തിൻ്റെ മഹത്വം എന്ന് പറയുന്ന ഒരെണ്ണം എഴുതി. വേറൊരെണ്ണം ജോൺ പോൾ രണ്ടാമൻ്റെ തന്നെ കാത്തിസിമം സാനെ, കുടുംബങ്ങൾക്കൊരു കത്ത്. കണ്ടോ ഈ ഇത്. ഇനി അത് കഴിയുമ്പോൾ, ഈ മാർപ്പാപ്പ കഴിഞ്ഞപ്പോൾ പിന്നെ വന്നതാരാ? ബെനഡിക്ട് 16 ബെനഡിക്ട് 16 മാർപ്പാപ്പ സാക്രമെന്തും കാരിത്താറ്റിസ്, സ്നേഹത്തിൻ്റെ കൂതാശ, കുടുംബത്തെക്കുറിച്ച് പറയുന്നത് സ്നേഹത്തിൻ്റെ കൂതാശ എന്നുള്ള ഒരു ചാക്രിക ലേഖനം എഴുതി. അതുപോലെ ബെനഡിക്ട് 16 തന്നെ ദേവോസ് കാരിത്താസ് എസ്ത്, ദൈവം സ്നേഹമാകുന്നു, കുടുംബത്തെക്കുറിച്ച് പറഞ്ഞതാ. ഈ പഠന വിഷയം കുടുംബമാണ്. ദൈവം സ്നേഹമാകുന്നു, അത് സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രകടനം കാണുന്നത് കുടുംബത്തിലായിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ പോപ്പ് ഫ്രാൻസിസ്, ഇപ്പോഴത്തെ നമ്മുടെ മാർപ്പാപ്പയുടെ കാലഘട്ടം, അദ്ദേഹം ലൂമൻ ഫിദേയി 2013 വിശ്വാസത്തിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞ് ഒന്ന് എഴുതി. അതുപോലെ തന്നെ അമോരിസ് ലെറ്റീറ്റ്സിയ 2016 സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞ് ഇറങ്ങി. കുടുംബങ്ങൾക്കൊരു അജപാലന ശുശ്രൂഷ, കുടുംബങ്ങൾക്കുള്ള അജപാലന ശുശ്രൂഷ വിവരിക്കുകയാണത്. അതുപോലെ വേറൊരെണ്ണം സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥം എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാകാം, കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, കണ്ടിട്ടുണ്ടാകാം, വായിച്ചിട്ടുണ്ടാകാം ചിലരെങ്കിലും. കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച്. അതിൽ വിവാഹത്തിൻ്റെ കൗതാശികത വിവരിക്കുന്നു. പിന്നെ കുടുംബത്തിൻ്റെ കാനോനികമായ വശത്തെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് കാനൻ നിയമത്തിൽ. ഓറിയന്റൽ പൗരസ്ത്യ സഭയുടെ കാനൻ നിയമം CCEO എന്നാണ് പറയുന്നതിന്. കോതക്സ് കാനോനിച്ചി എക്ലേസിയോ ഒറിയന്താലി, പൗരസ്ത്യ സഭയുടെ കാനൻ നിയമം, അതിൻ്റെ കുടുംബത്തിൻ്റെ കാനോനിക വശം വ്യക്തമാക്കുന്നു. ഞാനീ പറഞ്ഞത്, ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ സഭ ഏറ്റവും വലിയ ഒരു തീമായിട്ട് എടുക്കുന്നത് കുടുംബത്തെയാണ്. ആ കുടുംബം പ്രധാനപ്പെട്ടതാ, കുടുംബത്തെക്കുറിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ മലങ്കര സഭ, ഇതിപ്പോൾ നമ്മൾ സാർവത്രിക സഭയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അജപാലന സമീപനത്തിൽ കുടുംബത്തിനൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അത് മാർ ഇവാനിയോസ് തിരുമേനി കുടുംബങ്ങൾക്ക് ഒരു കത്ത് എന്ന പേരിൽ മാർ ഇവാനിയോസ് തിരുമേനി എഴുതിയത് ഇന്നും നമ്മുടെ പഠന വിഷയമാണ്. പ്രാർത്ഥന, ഉപവി, ദാനധർമ്മം ഇവ കുടുംബ മൂല്യങ്ങളാണെന്ന് അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥന, അതുപോലെ തന്നെ ഉപവി, സ്നേഹം, ദാനധർമ്മം, മറ്റുള്ളവരെ സഹായിക്കുക, ഈ 3 കാര്യങ്ങൾ കുടുംബത്തിൻ്റെ പുണ്യങ്ങളായിട്ട് മാർ ഇവാനിയോസ് തിരുമേനിയുടെ കത്തിലുണ്ട്, കുടുംബങ്ങൾക്കുള്ള കത്ത്. അതിനുശേഷം മാർ ഗ്രിഗോറിയോസ് തിരുമേനി സഭയുടെ തലവനായിട്ട് വന്നു. പ്രാർത്ഥന, ഉപവി, അധ്വാനം, മക്കളുടെ സ്വഭാവ രൂപീകരണം, അദ്ദേഹം അല്പം ചേഞ്ച് ചെയ്തു ഇത് പറഞ്ഞതിനകത്ത്. പ്രാർത്ഥന, ഉപവി ഒരുപോലെ രണ്ടുപേരും പറഞ്ഞു. അധ്വാനിക്കാതെ കുടുംബം ജീവിക്കാൻ പറ്റത്തില്ല. അധ്വാനം, മക്കളുടെ സ്വഭാവ രൂപീകരണം. അത് കഴിഞ്ഞ് സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവ കുടുംബം ഒരു വിശ്വാസ കൂട്ടായ്മ എന്ന് പറഞ്ഞ് അദ്ദേഹം പഠിപ്പിക്കുകയുണ്ടായി. കുടുംബം ഒരു വിശ്വാസ കൂട്ടായ്മയാണ്. ഇപ്പോഴത്തെ നമ്മുടെ ബാവ തിരുമേനി, ക്ലീമിസ് തിരുമേനി, കുടുംബ കേന്ദ്രീകൃതമായ മലങ്കര സഭ എന്നുള്ളൊരു സമീപനത്തിലാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഈ അദ്ദേഹത്തിൻ്റെ കാലത്താണ് രണ്ടാമത്തെ അസംബ്ലി 2019 വിളിച്ചു ചേർത്തപ്പോൾ ഈ സിനഡിനകത്ത് ചർച്ച ചെയ്തു എന്താണ് വിഷയം എടുക്കേണ്ടത്. ആദ്യത്തത് സുവിശേഷകയായ മലങ്കര സഭ, ഇന്നത്തെ സുവിശേഷ സംഘമൊക്കെ അങ്ങനെ ഉണ്ടായതാണ്.
നമ്മളിപ്പോൾ നമ്മുടെ അതിനുശേഷം രണ്ടാമത്തെ വിഷയമായിട്ട് ഒരു സഭ എന്ന നിലയിലെടുത്ത വിഷയം സുവിശേഷം ജീവിക്കുന്ന സാക്ഷ്യപ്പെടുത്തുന്ന കുടുംബങ്ങൾ. അതാണ് കൃപ നിറയുന്ന കുടുംബങ്ങൾ. സുവിശേഷം ജീവിക്കുന്ന, സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്ന കുടുംബങ്ങൾ. അതാണല്ലോ നമ്മളുടെ രണ്ടാമത്തെ സാർവത്രിക നമ്മുടെ സഭയുടെ ഈ അസംബ്ലിയുടെ വിഷയം, കൃപ നിറയുന്ന കുടുംബങ്ങൾ. വെല്ലുവിളികളും പ്രശ്നങ്ങളും. ഇനി ഞാൻ അടുത്തൊരു ടോപ്പിക്കായിട്ട് ഞാൻ പറയുന്നത് വെല്ലുവിളികളും പ്രശ്നങ്ങളും. ആധുനിക കുടുംബങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ നേരിട്ട വിഷയങ്ങളല്ല ഇവിടെ ഇരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരുന്ന ഈ കൊച്ചമ്മച്ചിമാർ നേരിടുന്നത്. നിങ്ങൾക്ക് ഒത്തിരി വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. ഞാൻ 10 മക്കളുള്ള ഒരു വീട്ടിൽ 7ാമത്തെ ആളാണ്. എൻ്റെ വീട്ടിൽ എനിക്ക് 6 പെങ്ങന്മാരുണ്ട്, ഞങ്ങൾ 4 ആൺപിള്ളേർ. അങ്ങനെ 10 മക്കൾ വളർന്നു വന്നപ്പോൾ വളരെ സ്നേഹകൂട്ടായ്മയിൽ ഞങ്ങൾ വളർന്നു വന്നു. ഒത്തിരി അധ്വാനത്തിലൂടെ കാരണം ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾ വളർത്തിയെടുത്തു. പക്ഷെ അവർക്ക് ഇന്ന് നിങ്ങൾ 2 കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികളില്ല. അവരുടെ വെല്ലുവിളികളിൽ അല്പം ദാരിദ്ര്യത്തിൻ്റെ വെല്ലുവിളി ഉണ്ടായിരുന്നത്. അതായിരുന്നു മെയിനായിട്ടുള്ളത്. നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാനോ നല്ല ഭക്ഷണം കൊടുക്കാനോ ചിലപ്പോൾ അന്ന് കാണത്തില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന അതൊക്കെ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എന്നെ കേൾക്കുന്ന അമ്മമാർ ശ്രദ്ധിക്കുക, അതെല്ലാം നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ നേരിടുക. നിങ്ങളുടെ സ്നേഹം അവർക്ക് വേണ്ട. മക്കൾക്ക് ചിലപ്പോൾ അതിൽ സ്നേഹിക്കുന്നത് അവരുടെ കമ്പ്യൂട്ടറായിരിക്കും, അവരുടെ മൊബൈലായിരിക്കും, അവരുടെ ബൈക്കായിരിക്കും. ഞങ്ങൾക്കൊന്നും ബൈക്കൊന്നും ഇല്ലല്ലോ, ഞങ്ങൾക്ക് മൊബൈലും ഇല്ലല്ലോ. ഞങ്ങൾക്ക് സ്നേഹിക്കാനുള്ളത് ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ചിന്തിച്ച് നോക്കി, ഞാൻ പറയുന്നത് ശരിയല്ലെന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വെല്ലുവിളി എന്ന് പറയുമ്പോൾ ആധുനിക കുടുംബങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. ഒന്ന്, വിവര സാങ്കേതിക വിദ്യയുടെ പുരോഗതി. അത് കുഴപ്പമാണോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ കുഴപ്പമല്ല, പക്ഷേ അതൊരു വെല്ലുവിളിയാണ് നിങ്ങളുടെ ഒരു കുടുംബത്തിന് മുമ്പിൽ. വിവര സാങ്കേതിക വിദ്യയുടെ പുരോഗതി. 2, സാമൂഹ്യ മാധ്യമങ്ങളുടെ ദുരുപയോഗം. മാധ്യമങ്ങളുടെ ദുരുപയോഗം, അത് മക്കളായിക്കൊള്ളട്ടെ നമ്മളായിക്കൊള്ളട്ടെ ആരുപയോഗിച്ചാലും. 3, ജോലിക്ക് വേണ്ടിയുള്ള ദേശാടനം. ദുബായിലും ഒക്കെ ഉള്ളവർ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു കൂടുതൽ പേര്. അപ്പോൾ നിങ്ങൾ ദേശാടനം, നിങ്ങളിപ്പോൾ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുമെങ്കിലും നിങ്ങൾ ദേശാടനം നടത്തേണ്ട വന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിൽ നല്ലൊരു ജോലിയോ വരുമാനമോ ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾ ചിലരൊക്കെ അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വരുന്നു, ചിലരവിടെ നിൽക്കുന്നു. നിന്നിട്ട് ശമ്പളം കൂടിയവരും കുറഞ്ഞവരും ഒക്കെ ഉണ്ട്. ഞാൻ ദുബായിൽ അവിടെ ഭാഗത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ പല ജീവിത പ്രശ്നങ്ങളിലൂടെ നിങ്ങളും കടന്നു പോകുന്നവരാണ്. അപ്പോൾ ഈ ജോലിക്ക് വേണ്ടിയുള്ള ദേശാടനം ഒരു വെല്ലുവിളിയാണ്. അതുപോലെ വഴിതെറ്റിയ കുടുംബങ്ങൾ. ഇന്ന് കുടുംബ ബന്ധത്തിൻ്റെ അഭേദ്യതയെക്കുറിച്ച് ചിന്തയില്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് പണ്ടത്തെ പോലെ ഒരു ജാഗ്രതയില്ല. അതിനൊക്കെ നമ്മൾ എക്സ്പ്ലനേഷൻ പറയും, അതൊന്നും ഒരു കുഴപ്പമില്ല. ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് താക്കോൽ മാറുന്ന സംസ്കാരമുള്ള ഓസ്ട്രേലിയയിൽ അത് ക്ലബിൽ വന്നിട്ട് താക്കോൽ ഇടുക, ആരുടെ താക്കോൽ കിട്ടുന്നു അവൻ്റെ ഭാര്യയും കൊണ്ടുവന്ന് പോവാം. തമാശയൊന്നുമല്ല. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ വെല്ലുവിളിയായിട്ട് നമ്മുടെ കുടുംബങ്ങളുടെ മുമ്പിൽ നിൽക്കുക. അതുകൊണ്ട് 4-മത്തത്, വഴിതെറ്റിയ കുടുംബ ബന്ധങ്ങൾ. സ്ത്രീധനം, ഉപഭോഗ സംസ്കാരം, വിശ്വാസ വ്യതിരക്തത, വേർപിരിയൽ. ഇന്ന് കല്യാണം കഴിക്കാൻ പോകുമ്പോൾ പണ്ട് കല്യാണം നമ്മുടെ വീടുകളിൽ കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസമുള്ളവരെ നമ്മൾ കിട്ടുകയുള്ളായിരുന്നു. ഇന്ന് കേരളത്തിലൊക്കെ വലിയ വിഷയമാണല്ലോ ലവ് ജിഹാദ്. നമ്മുടെ പിള്ളേരോട് പ്രായമായി വരുമ്പോൾ അവർ കല്യാണം കഴിക്കുന്നത് നമ്മുടെ സഭയിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തിലുള്ള ഒരാളെ കിട്ടണമെന്ന് പറഞ്ഞാൽ അതൊന്നും മൈൻഡ് ചെയ്യേണ്ടതില്ല. ആണും പെണ്ണും ആയാൽ മതി. ഇത് ചിന്തിക്കുക. അതിനൊന്നും മതവും ഇല്ല, വിഷയമില്ല. വിശ്വാസത്തിൻ്റെ വ്യത്യസ്തതയും ഒരു പ്രശ്നമല്ല. ഒരു വെല്ലുവിളിയാണ്. മക്കൾ വഴിതെറ്റി പോകാതിരിക്കാൻ അവൾ കൊണ്ടിരുന്ന അവൻ കൊണ്ടിരുന്ന നമ്മുടെ സഭയിൽ കൂട്ടായ്മയിൽപ്പെടാത്ത പണ്ടത്തേതിലാ കൂടുതൽ മറ്റു മതസ്ഥരെ വിവാഹം കഴിക്കുന്ന ഒരു കൾച്ചർ ഇന്ന് വന്നിട്ടുണ്ട്. അവൻ സ്ത്രീയും പുരുഷനുമായ മതി എന്നങ്ങ് ചിന്തിക്കുക. അതുപോലെ തന്നെ കൂടി താമസിച്ചാൽ മതി, കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല. ലിവിങ് ടുഗദർ വലിയൊരു കൾച്ചറായിട്ട് വരുവാണ്. അതൊക്കെ നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന വിഷയങ്ങളാണ്. ഇനി ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പെരുപ്പം. നമ്മുടെ നാട്ടിൽ പണിയെടുക്കാൻ ആളില്ല, പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് പണിയെടുക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ. അതൊരു വെല്ലുവിളിയാണ് കേരളത്തിൽ. ഇന്ത്യൻ ദമ്പതികളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന വന്ധ്യത. കുഞ്ഞുങ്ങളില്ലാത്ത, അറിഞ്ഞുകൊണ്ട് വന്ധ്യതയിൽ ജീവിക്കുന്നവരും ഉണ്ടട്ടോ. വളരെ നമുക്ക് വേണ്ട, കുഞ്ഞുങ്ങൾ വേണ്ട. സായിപ്പ് മദാമയും ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ മക്കൾ. അപ്പോൾ നമുക്കങ്ങ് ജീവിച്ചാൽ മതി, നമുക്ക് കുഞ്ഞുങ്ങൾ വേണ്ട, ഉണ്ടെങ്കിൽ തന്നെ ഒരെണ്ണം മതി. അത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ അത് ചിലർക്ക് ഉണ്ടാകത്തില്ല. വന്ധ്യത ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നു. ഇതുപോലെ അവസാനത്തെ എണ്ണം, ആരോഗ്യ ഇൻഷുറൻസ്, സാമൂഹ്യ സുരക്ഷ ഇവയുടെ അഭാവം. മറ്റു രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ കമ്പൽസറിയാണ് അത്. നമ്മുടെ നാട്ടിൽ ഇനിയും അത് കമ്പൽസറി ആയിട്ടില്ല. ഇതൊക്കെ ഒരു വെല്ലുവിളികളും പ്രശ്നങ്ങളാണ്.
ഇനിയും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഒരു ഭാഗം കൺക്ലൂഡ് ചെയ്യുകയാണ്. സോളിഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നമ്മളുടെ ഈ ചലഞ്ചുകളെ, ഞാൻ ഈ പറഞ്ഞ ചലഞ്ചുകളെ, വെല്ലുവിളികളെ നേരിടാൻ ഒരു സോളിഡ് ഫൗണ്ടേഷൻ നമുക്ക് ആവശ്യമുണ്ട്, അടിസ്ഥാനം. അതെന്തൊക്കെയാണ്? വചനം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? ദൈവവചനത്തിന്റെ പിൻബലം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിവാഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും കർത്താവ് ദൈവം പറയുന്നത് എന്താണ്? ദൈവികമായ നിയമം. ഞാനും നിങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് റിപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത് ദൈവം തന്നൊരു ദാനമാണ്. ദൈവം സഭയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും പഴയ ഉടമ്പടിയിലും പുതിയ ഉടമ്പടിയിലും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അത് പുല്ലുവിലക്കെടുത്ത് കളയാൻ പറ്റത്തില്ല. വി ഹാവ് ടു ഫോളോ ദാറ്റ്. വി ഹാവ് ടു നോ ദാറ്റ്. ഒന്ന്. രണ്ട്, നമ്മുടെ ആരാധനക്രമം വളരെ സമ്പുഷ്ടമായ ആരാധനക്രമം. വിവാഹത്തിന്റെ കർമ്മം ഞാൻ പറഞ്ഞു. വിവാഹത്തിൽ വെച്ച് വളരെ ബിബ്ലിക്കലായിട്ടുള്ള കാര്യം വെച്ചുകൊണ്ടാണ് നമ്മൾ വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണമെന്നാണ് പറഞ്ഞത്. കർത്താവ് സഭയെ സ്നേഹിച്ചത് എങ്ങനെയാണ്? തൻ്റെ ജീവൻ കുരിശിൽ അർപ്പിച്ചുകൊണ്ട്. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടത് അങ്ങനെയാണെന്നാ. എന്നിട്ടും കല്യാണം കഴിയുമ്പോൾ അച്ഛനങ്ങ് ചെല്ലുമല്ലോ, നീ ഉണ്ടില്ലേലും അവളെ ഊട്ടണം, നീ ഉടുത്തില്ലേലും അവളെ ഉടുപ്പിക്കണം, ഭാര്യയും അങ്ങനെ തന്നെ ചെയ്യണം, ഭർത്താവിനെ കരുതണം. ഇതെല്ലാം കേട്ടിട്ട് പോകുന്നവരാണ് നമ്മൾ. പക്ഷെ ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ലിറ്റർജിക്കലായിട്ടുള്ള ആരാധനക്രമ ബേസിസ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ അതിൽ വിട്ടുപോകാൻ പാടില്ല. മൂന്ന്, നമ്മൾ സഭാപിതാക്കന്മാർ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ നമ്മൾ പറയുന്നത് തന്നെ വില കൊടുക്കാതെ ഇന്നത്തെ കാലം വേറെയാണെന്ന് പറഞ്ഞ് മാത്രം പോകാൻ പറ്റത്തില്ല, അതിന് വില കൊടുക്കണം. നാല്, സഭയുടെ പഠിപ്പിക്കലുകൾ. അതിനകത്താണ് ഞാൻ ഈ ചാക്രിക ലേഖനങ്ങളും വത്തിക്കാൻ ഡോക്യുമെന്റും എല്ലാം പറഞ്ഞത്. മൂന്നാല് മാർപ്പാപ്പന്മാർ എത്ര തീഷ്ണതയോട് കൂടിയാണ് കുടുംബത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, നമ്മളോട് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം. ഞാനീ പറഞ്ഞ ചാക്രിക ലേഖനങ്ങൾ സമയം കിട്ടുവാണെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ വീട്ടിൽ വന്ന് ഇച്ചിരി ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ഒന്ന് വായിക്കാനായിട്ട് നോക്കണം. ഞാൻ ആ നോട്ട് തരുമ്പോൾ അതിന് പേരെന്തൊക്കെയാണെന്ന് കിട്ടും. ഇപ്പം ഞാനത് പറഞ്ഞ് സ്പെല്ലിങ് പറഞ്ഞ് എഴുതിക്കുന്നില്ല. അതിനകത്തു നിന്നുള്ള ആ പുസ്തകങ്ങളോ ആ ചാക്രിക ലേഖനമോ ഗൂഗിളിൽ പോലും സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അത് നിങ്ങൾ എടുത്തിട്ട് ഇംഗ്ലീഷ് അറിയാവുന്നൊരു ഇംഗ്ലീഷ്, മലയാളത്തിൽ തർജ്ജമയുള്ളതുണ്ട് ചിലതൊക്കെ, അത് എടുത്തത് വായിച്ചു നോക്കുമ്പോൾ കുടുംബജീവിതത്തിൻ്റെ ധന്യതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും. ഇനി അവസാനം വിശ്വാസികളുടെ ഒരു ഉൾക്കാഴ്ച, ഡൊസിലിറ്റി ടു ദി ഹോളി സ്പിരിറ്റ്. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന കുടുംബങ്ങളായിട്ട് കൊണ്ടുപോകും. ഇതൊക്കെയാണ് അന്നത്തെ ആ കുടുംബമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ. വിവാഹ കുടുംബത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ട സമീപനങ്ങൾ. ഇന്ന് വിവാഹത്തിന് മുമ്പ് കമ്പൽസറി ആയിട്ട് വിവാഹ ഒരുക്ക സെമിനാർ വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് തപ്പിക്കാവുന്ന നമ്മൾ നോക്കുന്നത്. അത് വേണ്ട, എനിക്കൊരു സമയമില്ല, ഞാൻ ഗൾഫിൽ നിന്ന് ഇവിടെ വന്ന് ഇറങ്ങുന്നു, പിറ്റേ ദിവസം കല്യാണമാണ്, പിറ്റേ ദിവസം ഒത്തുകല്യാണവും, അതിൻ്റെ പിറ്റേ ദിവസം കല്യാണവും. പണ്ടൊക്കെ നമ്മൾ ഒത്തുകല്യാണം കഴിഞ്ഞിട്ട് വിളിച്ചു ചെല്ലാനൊക്കെ സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ വിളിച്ചു ചെല്ലലേ ഇല്ല. ഇപ്പം നേരത്തെ വിളിച്ച അച്ഛൻ ചെല്ലിക്കോടെ, ഞങ്ങളിവിടെ ജോലി ചെയ്തോളാം, അത് തിരിച്ചു വരുമ്പോൾ കല്യാണം വിളിച്ചു ചെല്ലാനും സമയമില്ല, അന്വേഷിക്കാൻ സമയമില്ല, അവൻ എങ്ങനെയുള്ളതാണെന്നും അറിയില്ല, അവനെ ഒന്നോടെ കെട്ടിയതാണോ എന്ന് അറിയാൻ ഒരു സമയമില്ല. അതൊക്കെയാണ് ഈ വിഷയങ്ങൾ. ഇപ്പോൾ ഇത് പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാകത്തില്ല. അപ്പം അതുകൊണ്ട് കുടുംബത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ, വിവാഹ ഒരുക്ക സെമിനാറൊക്കെ നമ്മൾ നടത്താൻ പറയുമ്പോൾ അതിൽ നമ്മൾ കൊണ്ടുവരുന്ന വിഷയങ്ങൾ ബിബ്ലിക്കൽ വ്യൂ, നേരത്തെ പറഞ്ഞ പോലെ ബൈബിള് അടിസ്ഥാനപ്പെട്ട വ്യൂ, ആന്ത്രോപോളജിക്കൽ, മനുഷ്യൻ്റെ ശരീരശാസ്ത്രം. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരുക്ക സെമിനാറിൽ ഡോക്ടറെ വിളിച്ച് ക്ലാസ് എടുപ്പിക്കും. അച്ഛന്മാർ മാത്രമല്ല ക്ലാസ് എടുക്കുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിവാഹ ഒരുക്ക സെമിനാറിൽ എത്ര സബ്ജക്റ്റുകൾ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കും. ഒന്ന് ബൈബിളിൻ്റെ പിൻബലം. ഞാൻ ഈ വിവാഹ ഒരുക്ക സെമിനാറിന് ബൈബിൾ പിൻബലമായിട്ടുള്ള ഭാഗം ഞാൻ എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഡോക്ടർമാർ വന്ന് ആന്ത്രോപോളജിക്കൽ വ്യൂ എടുക്കും. വേറെ ചില വക്കീൽ വന്നിട്ട് സിവിൽ ലോ എങ്ങനെ ഒരു ഡൈവോഴ്സിന് വേണമെങ്കിൽ പോലും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറയും. അതുപോലെ ബയോളജിക്കൽ ആസ്പെക്റ്റ് അതും ഡോക്ടർമാരെടുക്കും. അതുപോലെ ഈ പാവങ്ങളെ, നമുക്ക് ഒരു കുടുംബത്തിൽ കുഞ്ഞുണ്ടായാൽ ഒരു കുഞ്ഞ് ഡിസേബിൾഡ് ആയിട്ട് ജനിക്കുവാന്നിരിക്കട്ടെ, ഒരു ബുദ്ധിമാന്യമുള്ളൊരു കുഞ്ഞായിട്ട്, മന്ദബുദ്ധി എന്ന് പറയരുത് കേട്ടോ, ബുദ്ധിമാന്യമൊന്നും തിരിച്ചിട്ട് അതിന് മയമാകും. നമ്മൾ പലപ്പോഴും ഒരു ബുദ്ധിമാന്യം, മന്ദബുദ്ധി എൻ്റെ വീട്ടിൽ അവളുടെ കൊച്ചു മന്ദബുദ്ധിയാണ് പറയരുത് ഒരിക്കലും. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നെഗറ്റീവാണ്. ബുദ്ധിമാന്യമുണ്ട് ആ കുഞ്ഞിന്. അത് പറഞ്ഞ് കണ്ടോ, അത് മയമായി അത് തിരിച്ചിട്ട്. അപ്പം ഞാൻ ഈ സോഷ്യൽ വർക്കിലുണ്ടായിരുന്നു, കുറച്ച് നാളുണ്ടായിരുന്നുകൊണ്ട് ടെർമിനോളജി ഉപയോഗിക്കുന്നതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ പ്രായമുള്ളവരെ നമ്മൾ നോക്കുക, ഓൾഡ് ഏജിലുള്ള ആൾക്കാരെ, രോഗികളായിട്ടുള്ളവരെ. ഒരു ഭർത്താവിന് അപകടം പറ്റി, എത്ര കുടുംബങ്ങൾ ത്യാഗപൂർവ്വം ആ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന അമ്മമാരുണ്ട്, ഭാര്യമാരുണ്ട്. ചിലപ്പോൾ അവന് അതുപോലത്തെ അസുഖം വരുമ്പോൾ ഉപേക്ഷിച്ച് പോകുന്ന മക്കളും ഭാര്യമാരും ഉണ്ട്. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെയുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടായാൽ, അതുപോലെ തന്നെ സിക്നെസ് ഉള്ള ഭർത്താക്കന്മാരോ കുഞ്ഞുങ്ങളോ ഉണ്ടായാൽ, പ്രായമായവർ കാരണവന്മാർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരോടൊക്കെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് നമ്മൾ നോക്കുന്നതാണ്.
അതുപോലെ തന്നെ നമ്മൾ കുടുംബങ്ങൾ, സ്റ്റെബിലിറ്റി ഓഫ് ദി മാരേജ്, കുടുംബത്തിൻ്റെ സ്റ്റേബിലിറ്റി, ഇൻഡിസിപ്ലിൻ. അവരെ ഒരിക്കലും തോന്നുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തെന്നി പിറ്റേ ദിവസം ഡൈവോഴ്സാണ്. എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അവരവരുടേതായ വരുമാനമുണ്ട്. പണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയില്ലായിരുന്നു. ഇപ്പം രണ്ടുപേർക്കും ജോലിയുണ്ട്, വരുമാനമുണ്ട്, രണ്ടുപേർക്ക് വാഹനങ്ങളുമുണ്ട്. അതുകൊണ്ട് 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 നമ്മൾ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോഴിവിടെ ഒരു കുടുംബത്തിൻ്റെ സ്റ്റെബിലിറ്റി, അതുപോലെ ജോയിൻറ്റ് ഫാമിലി, കാരണവന്മാരും കൂടെ ഒന്നിച്ച് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് മെറിറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂടെ ജീവിക്കുമ്പോൾ. അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിൻ്റെ പ്യൂരിറ്റിയും നൈർമല്യവും ഫിഡലിറ്റിയും വിശ്വസ്തയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു രീതി, ഇതിനെക്കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു കുടുംബജീവിതം. അപ്പോൾ കുടുംബജീവിതത്തിലെ അടിസ്ഥാന പുണ്യങ്ങൾ 3 കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാന പുണ്യങ്ങൾ: 1 വിശ്വാസം, 2 ഉപവി സ്നേഹം, 3 പ്രത്യാശ ശരണം. അതെങ്ങനെയാണ് അത് കുടുംബജീവിതത്തിൽ വരുന്നത്? വിശ്വാസത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങൾക്ക്, ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്നവർക്ക് ഒരു കുടുംബം ദൈവികമായിട്ട് തോന്നും, കൃപ നിറയുന്ന കുടുംബമായിട്ട് വരും. 2 സ്നേഹം ജീവിക്കാനും സ്നേഹം പങ്കിടാനും സ്നേഹം കൊടുക്കാനും വാങ്ങാനും ഉള്ള ഒരു വേദിയായിട്ട് നമ്മുടെ കുടുംബങ്ങൾ മാറണം. 2 3 ശരണം വയ്ക്കണം, ദൈവത്തിൽ ശരണം വയ്ക്കണം, മക്കളിലും ശരണം വയ്ക്കണം. നമ്മുടെ മക്കളെ ആ രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നാൽ അവർ നമുക്ക് ഒരു അത്താണിയായിരിക്കണം. ചിലർ പറയും, ഞാൻ മക്കളെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല, ഇന്നത്തെ കാലത്ത് അവരിൽ നിന്ന് ഒരു ഗുണവും കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയും. പക്ഷേ വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിൽ അടിസ്ഥാനപരമായിട്ട് അങ്ങനെ പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിന് ബുദ്ധിമുട്ട് ഉണ്ടാകുകയില്ല. മക്കളിൽ ശരണം വെച്ചുകൊണ്ട് ക്രിസ്തീയ കുടുംബങ്ങൾ മുന്നോട്ട് പോകണം. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം. ഇനിയുള്ള സമയം കൊണ്ട് 2 ഭാഗങ്ങളൂടി പറയാനായിട്ടുണ്ട്. ഇത് വലിയ വിഷയമാണ്. രണ്ടാമത്തേത് വിവാഹം വിശ്വാസത്തിൽ സ്വീകരിക്കപ്പെടുന്ന രഹസ്യം. വിശ്വാസത്തിൽ സ്വീകരിക്കപ്പെടുന്ന രഹസ്യം, ഇതാണ് രണ്ടാമത്തെ ഒരു ഹെഡിങ് ആയിട്ട് ഞാൻ പറയുന്നത്. 1 ദൈവം കുടുംബത്തിൻ്റെ സ്ഥാപകൻ. അത് ഞാൻ പറഞ്ഞായിരുന്നു, ആദ്യത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞായിരുന്നു. ദൈവം കുടുംബത്തിൻ്റെ സ്ഥാപകനാണ്, നമ്മൾ സൃഷ്ടിച്ചതും എല്ലാം ഞാൻ പറഞ്ഞു. പുരുഷൻ ഒറ്റയ്ക്കായിരിക്കും നല്ലതല്ല, അവന് പറ്റിയ ഇണയെ തുണയെ. 2 വാക്കും മറന്നു പോകരുത് കേട്ടോ. ഈ ക്ലാസ് കേൾക്കുന്നവർ ഇണ എന്നുള്ള വാക്ക് മാത്രം കേട്ടിട്ട് പോകരുത്, ഇണയും തുണയുമായിട്ട്. ഇപ്പോൾ ഭർത്താവും രണ്ടുപേരും കേൾക്കേണ്ടതാണ് ഈ ക്ലാസ്. സത്യത്തിൽ 2 പേരും കൂടെയാണ് കേൾക്കേണ്ടത്. ഇപ്പം നിങ്ങളിത് കേട്ടിട്ട് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ദൈവം കുടുംബത്തിൻ്റെ സ്ഥാപകനാണ്. വിവാഹത്തിൻ്റെ കർത്താവ് ദൈവം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. കല്യാണത്തിന് സുവിശേഷം വായിക്കുന്ന ഇതാ, ഒരാൾ ഭാര്യയെ ഏതെങ്കിലും കാരണത്താൽ അവരെ ഭാര്യ ഉപേക്ഷിക്കാൻ അവകാശമുണ്ടോ? ഇത് ചോദിച്ചു വന്നിട്ട് പറയുന്നതാണ്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. വിവാഹ ജീവിതത്തിൽ ദൈവമാണ് അവരെ യോജിപ്പിച്ചതെന്നുള്ള ചിന്ത വേണം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3-7 വാക്യങ്ങൾ, മർക്കോസ് 10-ാം അധ്യായം 7 മുതൽ 9 വരെ വാക്യങ്ങളിൽ പറയുന്നതാണ്. അതിൻ്റെ കണ്ടന്റാണിത്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. ഇപ്പം അതുകൊണ്ട് കല്യാണത്തിന് എങ്ങനെയാണ് വിവാഹമോചനമൊക്കെ നമ്മൾ സഭയിൽ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ പറയും. അവിടെ നമ്മൾ തെളിയിക്കുന്നത് അത് കല്യാണം അല്ലായിരുന്നാണ്, ദൈവം യോജിപ്പിച്ചിട്ടില്ലായിരുന്നാണ്, അവർ മനസ്സ് കൊടുത്തിട്ടില്ലായിരുന്നാണ്. അവന് ഇംപ്ലിമെൻറ്റ്സ് ഉണ്ടായിരുന്നു, അവന് വിവാഹ ജീവിതത്തിനുള്ള പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ അവൾക്കുണ്ടായിരുന്നു. അത് സമ്മതം പോലും കൊടുക്കാൻ പറ്റുന്ന അന്തരീക്ഷമല്ലെന്നാണ് രൂപതാ കച്ചേരിയിൽ വാദിച്ചിട്ടാണ് ആ കല്യാണം ഒഴിവാക്കി കൊടുക്കുന്നത്. കല്യാണം ഗവൺമെൻറ് ഒഴിവാക്കുന്നവരെ ഡൈവോഴ്സ് ഇല്ല സഭയിൽ. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ടത്. അപ്പോൾ ദൈവം യോജിപ്പിച്ചതാണ്. സ്നേഹത്തിൻ്റെ ഭാവങ്ങളുണ്ട്. വിവാഹത്തെ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധമായിട്ട് ഉപമിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, എഫേസ്യർ 5 വിവാഹത്തിലെ സ്നേഹബന്ധം രഹസ്യമാണെന്നുള്ളത് ഞാൻ പറഞ്ഞു, എഫേസ്യർ 5:32. ഇനി വിവാഹം ഒരു കൂദാശയാണെന്ന് പറയും. കദശ് എന്ന വാക്കിൻ്റെ അർത്ഥം ശുദ്ധീകരിക്കുക. കൂദാശ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അദൃശ്യമായ, നമ്മൾ വേദപാഠ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഒരു കൂദാശ. കൂദാശ എന്ന് പറഞ്ഞാൽ നിർവചനം ഇതാണ്: അദൃശ്യമായ ദൈവത്തിൻ്റെ നൽവരങ്ങൾ ദൃശ്യമായ അടയാളങ്ങളിലൂടെ നാം സ്വീകരിക്കുന്നതാണ് കൂദാശ. ഒരു കുഞ്ഞിന് നമ്മളൊരു വൈദികൻ പ്രാർത്ഥിച്ച് മാമോദിസ നോക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നു. തൈലം കൂടാതെ, സൈത്ത് കൂടാതെ കുരിശ് വരയ്ക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മറിയാമ്മ യോസഫ് മുദ്ര കുത്തപ്പെടുന്നു. രണ്ടാമത് ഈ തൈലത്തിൽ മുക്കിയിട്ട് പ്രാർത്ഥിച്ചൊരുക്കിയ സൈത്തിൽ മുക്കിയിട്ട് പറയുന്നു, മറിയാമ്മ ആനന്ദ തൈലം കൊണ്ട് മുദ്ര കുത്തപ്പെടുന്നു.
അതിനുശേഷം പിതാവിനെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇതിൽ മൂറോൻ ഒഴിക്കപ്പെടുന്നു വെള്ളത്തിനകത്ത്. അത് കൈ ആവസിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ആവാസം. ഈ വെള്ളത്തിലാണ് പേര് പറഞ്ഞിട്ട് മറിയാമ്മ അല്ലെങ്കിൽ ജോസഫ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മാമോദിസ മുക്കപ്പെടുന്നു. ഇതുപോലെയാണ് വിവാഹത്തിന് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് താലിയും പെരുപ്പാവുമാണ് അതിനകത്ത് പ്രധാനപ്പെട്ടതെന്ന്. നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുക താലിയും പെരുപ്പാവും ആണ്. താലിയും പെരുപ്പാവിന് പുറമെ അവർ തമ്മിൽ കൊടുക്കുന്ന സമ്മതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർ സമ്മതത്തോടെ മനസ്സുകൊണ്ട് പരസ്പരം സമ്മതിച്ചാണോ? അതുകൊണ്ട് വിവാഹത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് സമ്മതമാണ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സമ്മതത്തിന് സമയത്തും ചോദിക്കുന്നത്, വിവാഹം കെട്ടിക്കാൻ നേരത്തെ ഒന്നോടെ ചോദിക്കും. അപ്പോൾ സാക്ഷികൾ അപ്പുറം ഇപ്പുറം ഓരോരുത്തർ കയറി നിൽക്കും. അവന്മാർ കേട്ടിട്ടില്ല, അച്ഛൻ ചോദിച്ചതും കേട്ടിട്ടില്ല, ഇവള് പറഞ്ഞതും കേട്ടിട്ടില്ല, ഇവൻ പറഞ്ഞതും കേട്ടിട്ടില്ല. അന്നേരം പറയും കേട്ടോ, കേട്ടു, വിഷയം തീർന്നു. ഞാൻ കല്യാണം കെട്ടിക്കുമ്പോൾ ഈ സാക്ഷികളുടെ ചുണ്ട ഞാൻ നോക്കും. അവളുടെ ആദ്യം ഞാൻ നോക്കും, സാക്ഷികളുടെ അല്ല, ഭർത്താവിൻ്റെ ഭാര്യയും അവരുടെ ചുണ്ടിൽ നോക്കും അവർ പറയുന്നത് എങ്ങനെയാണ്. സമ്മതമാണോ? സമ്മതമാണോ? ചിലയിടത്തൊക്കെ നമ്മൾ കല്യാണത്തിന് സമ്മതം ചോദിക്കുന്ന ദിവസം ഉഴപ്പിപ്പോയിട്ടുള്ള കല്യാണം നമ്മൾ യൂട്യൂബിലൊക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ ഈ സമ്മതം, ഇവർ കൊടുക്കുന്ന സമ്മതം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്. രണ്ട്, വിവാഹ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ചിന്ത സ്നേഹവും ജീവനുമാണ്. സ്നേഹവും ജീവനുമാണ്. അതുകൊണ്ട് ജീവൻ നശിപ്പിക്കാൻ അവകാശമില്ല. അതുകൊണ്ട് അബോർഷനൊക്കെ വലിയ പാവമാണെന്ന് പറയാൻ കാരണം അതാണ്. സ്നേഹം ഇല്ലാതെ കുടുംബജീവിതം ഇല്ല. അതുകൊണ്ട് ഈ കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ ഇത് കൂതാശയാണ്. ദൈവത്തിൻ്റെ അദൃശ്യമായ ദൈവാനുഗ്രഹത്തിൻ്റെ ദൃശ്യമായ അടയാളമാണ് വിവാഹത്തിൽ നടക്കുക. വിവാഹം സ്വഭാവത്താൽ തന്നെ ദമ്പതികളുടെ നന്മയ്ക്കും സന്താന ഉൽപാദനത്തിനും മക്കളുടെ ശിക്ഷണത്തിനുമായി വിഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പൗരസ്ത്യ കാല നിയമം ഈ 776 776 ബോയിങ്ങിന്റെ നമ്പർ പറയുന്ന പോലെയല്ല, 776 കാനൻ നിയമത്തിൽ പറയുകയാണ്. ഒന്നുകൂടെ പറയുകയാണ് ഞാൻ, വിവാഹം സ്വഭാവത്താൽ തന്നെ ദമ്പതികളുടെ നന്മയ്ക്കും സന്താന ഉൽപാദനത്തിനും മക്കളുടെ ശിക്ഷണത്തിനുമായി വിഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നു. 3 കാര്യങ്ങൾ. ദമ്പതികളുടെ നന്മ, അവരോട് നല്ല സ്നേഹം വേണം. 2, സന്താനങ്ങൾ ഉണ്ടാകണം വിവാഹ ജീവിതത്തിൽ, അത് തടയാൻ പറ്റത്തില്ല. 3, മക്കളുടെ ശിക്ഷണം. ആ മക്കളെ, ദൈവിക മക്കളെ ശിക്ഷണത്തിൽ തന്നെ വളർത്തണം. ശിക്ഷിക്കുക എന്നുള്ളതല്ല, ശിക്ഷണത്തിൽ വളർത്തണം. അതിന് ചില മൂല്യങ്ങൾ മാതാപിതാക്കൾ പകർന്നു കൊടുക്കണം. അപ്പോൾ അവിടെ ലൈഫും ലവും ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മാരേജിന്റെ 2 തീം മറന്നു പോകരുത്. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് വിവാഹ ജീവിതത്തിന്റെ 2 അടിസ്ഥാന ചിന്തകൾ, ലവ് ആൻഡ് ലൈഫ്. ഇത് രണ്ടും ഒരുപോലെ, 2 നാണയത്തിന്റെ രണ്ട് വശങ്ങളെന്ന് പറയുന്ന പോലെ പ്രധാനപ്പെട്ടതാണ്. ദമ്പതികൾ ദൈവത്താൽ യോജിപ്പിക്കപ്പെടുകയും കൗദാശിക പ്രസാദത്താൽ വിശദീകരിക്കപ്പെടുകയും ശക്തരാക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു വിവാഹത്തിൽ അവരെ ആശീർവദിക്കുമ്പോൾ അച്ഛൻ അവർക്കൊരു ബ്ലെസ്സിങ് കൊടുക്കുമ്പോൾ, അതുകൊണ്ടാണ് നമ്മുടെ കല്യാണത്തിന് വന്ന് നിൽക്കുമ്പോൾ ചെറുക്കനും പെണ്ണും അച്ഛൻ അവരുടെ ആശീർവാദം കൊടുക്കുമ്പോൾ ഓരോ ആദിമ നീതിജ്ഞന്മാരെയും യാക്കോബിനെയും റബേക്കയും എല്ലാം പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഈ കെട്ടിയോളും ഈ കല്യാണം കഴിക്കാൻ പോകുന്നവർ കേട്ട് നിന്നിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ആ അനുഗ്രഹം എനിക്കും കിട്ടണമെന്ന്. അതുകൊണ്ട് എന്നാ നമ്മൾ പാടുന്ന അവസാനം, ആദിമനീതിജ്ഞരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, കൃപ ചെയ്തിടണമേ. ഈ ദാസരെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ദാസനും ദാസിയും നിന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് കുരിശ് വരച്ച് ഈ കൃപയും അനുഗ്രഹവും ദൈവത്തിൽ നിന്ന്, അദൃശ്യമായ ദൈവത്തിൻ്റെ ആ കൃപ ഈ ദൃശ്യമായ പുരോഹിതൻ വരയ്ക്കുന്ന കുരിശിലൂടെ നമ്മളെ തന്നെ കുരിശ് വരച്ചങ്ങ് സ്വീകരിക്കുക. അതുകൊണ്ട് നിങ്ങൾ വിവാഹ സമയത്ത് കുരിശ് വരച്ചിട്ടുള്ളവർക്കെല്ലാം ആ കൃപയായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്നു. ഇന്ന് നിങ്ങൾ സന്തോഷമായിട്ട് കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ആ ദൈവം തന്ന കുതാശയിലൂടെ തന്ന കൃപയാണത്. പരപ്രസാദത്താൽ വിശദീകരിക്കപ്പെടുകയും ശക്തരാകപ്പെടുകയും ചെയ്യുന്നു. വിവാഹത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നാൽ അതിൻ്റെ യൂണിറ്റിയാണ്, അഭേദ്യതയാണ്. അതിൻ്റെ ഇൻഡിസ്സൊല്യൂബിലിറ്റി എന്ന് പറയും, അഭേദ്യമാണത്. അതിൻ്റെ ഏകത്വവും ഒരുമിച്ചുള്ളതുമാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സമർപ്പണവും ദൃഢതയും വ്യക്തമാക്കുകയാണ് വിവാഹം എന്ന കുദാശയിലൂടെ. അതുപോലെ ദാമ്പത്യ സ്നേഹത്തിന്റെ ഭൗതികമായ ഭാവങ്ങൾ. മലങ്കര ആരാധനാക്രമത്തിൽ വിവാഹം മണവാളനായ യേശുവും മണവാട്ടിയായ സഭയും തമ്മിലുള്ളതാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അത് വ്യക്തമാകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ വിവാഹത്തിനകത്ത് നമ്മൾ പറയുന്നത്, ഈ വായന നമ്മൾ കൊണ്ടുവരുന്നത്, കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നത്, ഉപദേശം കൊടുക്കുന്നിടത്തുള്ളത് എല്ലാം ദമ്പതികളുടെ സ്നേഹത്തിൻ്റെ നൈർമല്യവും സ്ഥിരതയും ഇവിടെ വ്യക്തമാകുവാണ്. അതുപോലെ
സുന്ദരികളിലതി സുന്ദരി നീ. അപ്പൊ ചെറുക്കം വിചാരിക്കുക ഇവളുടെ കാര്യ സൗന്ദര്യ പാടുന്നതെന്ന്. സുന്ദരികളിലതി സുന്ദരി നീ, സേമോൻ സഭയെക്കുറിച്ച് പറഞ്ഞത്. എന്നാ അടുത്തത് പാടുന്നത് അവൻ വിചാരിച്ചിരിക്കുന്ന അവൻ കെട്ടാൻ പോകുന്ന പെണ്ണ് സുന്ദരിയാണെന്ന് അച്ഛൻ പാടി കേൾപ്പിക്കുകയാണ്. അതല്ല, സഭ സുന്ദരിയാണ്. ആ സുന്ദരിയായ സഭയെ കർത്താവ് അത് വരണം ചെയ്തു. അതുപോലെയാണ് ഈ വിവാഹ ജീവിതത്തിന്റെ പവിത്രത എന്ന് പറയുകയാണ്. സ്വജീവിതത്തെ ചിട്ടപ്പെടുത്തി ദൈവത്തോടൊത്ത് സൗഭാഗ്യപൂർണ്ണമായ ജീവിതം നയിക്കുവാനുള്ള വേദിയാണ് കുടുംബജീവിതം. ഒന്നുകൂടെ കേട്ടോളുക. സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്തി, ഭാര്യയും ഭർത്താവും സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്തി ദൈവത്തോടൊത്ത് സൗഭാഗ്യപൂർണമായ ജീവിതം നയിക്കുവാനുള്ള വേദിയാണ് കുടുംബജീവിതം. അപ്പോൾ ഈ ഇവിടെ കേട്ടിരിക്കുന്ന അമ്മമാരൊക്കെ ചിന്തിക്കണം, എൻ്റെ ജീവിതത്തെ ഞാൻ ചിട്ടപ്പെടുത്തണം, ദൈവം വസിക്കുന്ന ഒരു കുടുംബമായിട്ട് എൻ്റെ കുടുംബം കൃപയിൽ വളരണം. അതുപോലെ തന്നെ അങ്ങനെ പൂർണ്ണമായ ആ ജീവിതം സൗഭാഗ്യം എൻ്റെ കുടുംബത്തിനുണ്ടാവണം. അങ്ങനെയുള്ളൊരു കുടുംബജീവിതം നയിക്കുവാനുള്ള ഒരു വിളിയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. എനിക്ക് വിളിക്ക് അനുയോജ്യമായ കൃപാദാനം ദൈവം നമുക്ക് തരുന്നുണ്ട്. ഏകവും അവിഭക്തവുമായ സ്നേഹം, വിവാഹത്തിൻ്റെ ഔപചാരികത്വം സ്നേഹത്തെ ബലപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് ഒരു മിസ്റ്ററിയാണെന്ന് പറഞ്ഞാൽ, കാരണം ആദ്യം ഞാൻ പറഞ്ഞതിലേക്ക് തിരിച്ചു വരികയാണ്. പരിചയമില്ലാത്ത, ആദ്യമായിട്ട് ഈ കല്യാണത്തിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് ആലോചിച്ച് ഉറപ്പിച്ച ഈ ചെറുക്കൻ നിങ്ങളുടെ രക്തത്തിൻ്റെ രക്തവും മാംസത്തിൻ്റെ മാംസമായിട്ട് അങ്ങ് മാറുക. അപ്പനും അമ്മയ്ക്കും ഉള്ള സ്ഥാനം എല്ലാം അങ്ങ് പോയി. അതുകൊണ്ട് ഇവൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒരു ശരീരമായി തീരും. പൗലോസപ്പോസ്തലൻ പറയുക അതൊരു രഹസ്യമാകുന്നു. കറക്റ്റല്ലേ? അതൊരു രഹസ്യമല്ലേ? സത്യം പറഞ്ഞാൽ അത് കൃപ, ഒരു വിവാഹ ജീവിതത്തിലൂടെ കിട്ടുന്ന കൃപയാണ്. അതുകൊണ്ട് ക്ലേശങ്ങളെ ഏറ്റെടുക്കാനായിട്ട്, ജീവിതത്തിലെ ക്ലേശങ്ങളെ ഏറ്റെടുക്കാനുള്ള കൃപ നമുക്ക് കിട്ടുന്നത് വിവാഹ ജീവിതത്തിൽ നിന്നാണ്. ക്രിസ്തീയ കുടുംബ ജീവിതത്തിൽ വളർന്നിട്ടുള്ളവർക്ക് എപ്പോഴും ആ കുടുംബജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ ഏറ്റെടുക്കാനുള്ള കൃപ ലഭിക്കും. ഇനി മാനുഷിക സ്നേഹവും ദൈവിക കാരുണ്യവും ഒന്നു ചേരുന്ന അതാണ്. അതുകൊണ്ട് വിവാഹ ജീവിതം ഒരു കവനൻ്റാണ്, ഒരു വെറും ഉടമ്പടിയല്ല. വെറും ഒരു ഉടമ്പടിയായിരുന്നെങ്കിൽ, ഒരു കരാറായിരുന്നെങ്കിൽ രണ്ടുപേരും കൂടെ ആ കരാറിൽ നിന്ന് ഒഴിവാകാം. ഒരു കവനൻ്റ് ആയതുകൊണ്ടാണ് അവർക്ക് ഒഴിവാൻ പറ്റത്തില്ല. അത് പഴയ ബൈബിളിനെ അനുസരിച്ച് കവനൻ്റ് എന്ന് പറയുന്ന ഉടമ്പടി മുദ്രയിടണം. ആ മുദ്രയിടുന്നതാണ് വൈദികൻ. അതുകൊണ്ടാണ് ഈ മോതിരം വാഴ്ത്തി അച്ഛൻ ആണിൻ്റെയും പെണ്ണിൻ്റെയും കയ്യിലിട്ട് കൊടുക്കുന്നത്. നിങ്ങൾ തമ്മിലായിട്ടെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ പറഞ്ഞിട്ട് ഊരാം. അച്ഛൻ അറിയാതെ ഊരാൻ പറ്റത്തില്ല, സഭ അറിയാതെ ഊരാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ നമ്മുടെ ലിറ്ററജിയിൽ നമ്മൾ സീറോ മലബാർ സഭയിലോ ലത്തീൻ സഭയിലോ ചെന്നാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും മോതിരം വാഴ്ത്തി കൊടുത്താൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇടും. നമ്മൾ മോതിരം ഇടാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കുക അച്ഛനാണ് അവളെ കെട്ടാൻ പോകുന്നത്. അത് മനസ്സിലാകത്തില്ല. പക്ഷേ നമ്മുടെ സഭയിൽ ഇതിൻ്റെ ചിന്ത ഇതാണ്, നമ്മുടെ സഭ കൊടുക്കുന്നതാണ് ഈ മോതിരം. അന്നേരം ചെല്ലുന്ന പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ആ മോതിരം അണിയിക്കുന്നു. അതുപോലെ തന്നെ മാല ആശീർവദിച്ചിട്ട് കുരിശുമാരെ, അവരുടെ കിരീടം അതാണ്, കിരീടവാഴിൻ്റെ ശുശ്രൂഷ, അതും അണിയിക്കുന്നു. അപ്പോൾ സഭയുമായിട്ടുള്ളൊരു ബന്ധത്തിൽ ആണ് അവരെ മുദ്ര വയ്ക്കുന്നത്. അവർ ശരീരമായിട്ട് പരിണമിക്കപ്പെടുന്നു എന്നതുകൂടി നമ്മൾ കാണുന്നു. ദൈവമനുഷ്യ ഉടമ്പടിയുടെ മാതൃകയിൽ അതൊരു ഉടമ്പടിയാകുന്നു. ദൈവവും മനുഷ്യനും തമ്മിൽ. ദൈവം പറഞ്ഞു സീനായി മലയിൽ വെച്ച്, ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും. ഈ ഉടമ്പടി പോലെ തന്നെ വിവാഹ ജീവിതത്തിൽ പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിൽ ഉടമ്പടിയിൽ ഏർപ്പെടും. അതുകൊണ്ടാണ് മോതിരവാഴവും കിരീടവാഴവും ഒക്കെ അതിൻ്റെ അണിയിക്കലുമൊക്കെ ആ രീതിയിൽ നമ്മുടെ ആരാധനാക്രമത്തിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി കുറവുകളെ മറികടക്കുന്ന സ്നേഹം. ദമ്പതികൾ ഇപ്പം വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലിമെൻ്ററി റിലേഷൻഷിപ്പാണ്. നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങൾ കല്യാണം കഴിച്ച് കുറച്ചു നാൾ ജീവിക്കുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ ഭർത്താവിൻ്റെ കുറവുകളെക്കുറിച്ച് നിങ്ങൾ ശരിക്കും മനസ്സിലാവും. ഭർത്താവിന് മനസ്സിലാവും ഭാര്യമാരുടെ കുറവുകളെ. ഇത് രണ്ടും നമ്മുടെ കുടുംബ കലഹം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയാം? കൃപയില്ലാതെ കുടുംബമായി മാറുന്നത് ഇത് എണ്ണിപ്പിറക്കാൻ തുടങ്ങും. ഈ സ്ത്രീകൾ ഭർത്താവിൻ്റെ കുറവുകൾ എണ്ണിപ്പിറക്കാൻ തുടങ്ങും. എവിടെയെങ്കിലും വേദി കിട്ടിയാൽ മാതാപിതാക്കളോടും ചെന്ന് പറയും, കൂട്ടുകാരോടും ചിലപ്പോൾ പറയും, നേരെ തിരിച്ച് അവനും. ഇതാണ് കുടുംബത്തിൻ്റെ കലഹത്തിൻ്റെ പ്രശ്നം. ഇതാണ് ഒരു കുടുംബജീവിതം കൃപയില്ലാതെ ആയി പോകുന്നൊരവസ്ഥ. അതേസമയം കുറവുകളെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു ഭർത്താവിൻ്റെ കുറവിനെ ഭാര്യയ്ക്ക് ആ കുറവ്, അതിൻ്റെ തികവുണ്ടെങ്കിൽ അത് കോംപ്ലിമെൻ്റ് കൊടുക്കാനായിട്ട് സാധിക്കണം. തിരിച്ച് ഭർത്താവിൻ്റെ ഒരു കുറവുണ്ടെങ്കിൽ അത് ഭാര്യ നികത്തണം. ഇതാണ് കോംപ്ലിമെൻ്ററി റോൾ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് കരുതുകയാണ്. അതുകൊണ്ട് കുറവുകളെ മറികടക്കുന്ന ഒരു സ്നേഹമാണ് കുടുംബത്തിലുള്ളത്. ദമ്പതികൾ അവരുടെ സ്നേഹത്തിന് കർത്താവിനെ
മധ്യസ്ഥനാക്കുമ്പോൾ പരിമിതികളെ അതിജീവിക്കുവാനുള്ള ശക്തി അവർക്ക് കിട്ടും. യേശുവിൻ്റെ സമർപ്പണം, പീഡാനുഭവ സ്നേഹമാണ് ദാമ്പത്യ സ്നേഹത്തിൻ്റെ മാതൃക. യേശു സഭയെ സ്നേഹിച്ചതുപോലെ അവർ പരസ്പരം സ്നേഹിക്കണം. കുരിശുമരണം വരെ സ്വീകരിച്ചുകൊണ്ടാണ് യേശു സഭയെ സ്നേഹിച്ചതെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ ഇങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് കടന്ന് ചിന്തിക്കണമെന്ന് പറയുകയാണ്. ഇനിയും പൂർണ്ണതയിലേക്ക് ക്ഷമയോടെ. ചില കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സെപ്പറേഷൻ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്കറിയാം. ചില ഭാര്യ വീട്ടിൽ പോയി നിൽക്കും. ചില വീടുകളിൽ കല്യാണം കഴിച്ച് വിട്ടതാ, ഒരു രീതിയിലും അമ്മായിയമ്മയായിട്ടും കെട്ടിയവനുമായിട്ട് ഒത്തുപോകാൻ പറ്റാതെ വരുമ്പോൾ മടുത്തിട്ടും മധ്യസ്ഥന്മാർ പറഞ്ഞിട്ടും മടുത്തിട്ടും അവൾ വീട്ടിലേക്ക് പോകും. വിവാഹമോചനം പ്രാപിക്കുകയല്ല, സഭ അതിനെ അനുവദിക്കുന്നുണ്ട്. കാരണം അവൾ ആ വീട്ടിൽ കിടന്ന് ചാവുന്നതിലും നല്ലത് അവൾ അവളുടെ വീട്ടിൽ പോയി കുറച്ച് നാൾ നിൽക്കുന്നതാണ്. സെപ്പറേഷൻ എന്ന് പറയും. ആ സെപ്പറേഷൻ സഭ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ സെപ്പറേഷൻ വഴിവിട്ട് ജീവിതം നയിക്കാനല്ല, ആ സെപ്പറേഷനിൽ ആയിരിക്കുമ്പോഴും, ചില കുടുംബങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കുമ്പോഴും പൂർണ്ണതയിലേക്ക് ക്ഷമയോടെ കാത്തിരുന്നുകൊണ്ട് പരിഹരിച്ച് പ്രാർത്ഥിച്ച് കടന്നു വരാൻ വീണ്ടും അങ്ങനെ പോയി ഒരു വർഷമൊക്കെ ചില പെണ്ണുങ്ങൾ വീട്ടിൽ പോയി, സ്വന്തം വീട്ടിൽ പോയി നിന്നിട്ട് പിന്നെയും മധ്യസ്ഥന്മാർ പറഞ്ഞു എല്ലാം വീട്ടിലേക്ക് അവൻ പോയി തിരിച്ചു വിളിച്ചുകൊണ്ട് വരികയോ അല്ലെങ്കിൽ കൊണ്ടുവിടുകയോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. സഭയുടെ അതുകൊണ്ടാണ് ക്ഷമയോടെ പൂർണ്ണതയിലേക്ക് വളരണമെന്ന് പറയുന്നത്. കൗതികാശിക ജീവിതത്തിൻ്റെ കൃപയോട് ചേർന്ന് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. വഴിതെറ്റിപ്പോകാതെ ജീവിക്കാനായിട്ട് ശ്രമിക്കണം. വിശ്വാസം ആണ് എന്ന അടിസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞു. വിശ്വാസവും ശരണവും സ്നേഹവുമാണ് കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു. സഭാത്മകമായ സമർപ്പണം വേണം. അവിടെ കുടുംബം ഒരു ഗാർഹിക സഭയാണെന്നാണ് പറയുന്നത്. കുടുംബം ഗാർഹിക സഭയുടെ റെപ്ലിക്കയാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വേദപാഠം തുടങ്ങുന്നത് പള്ളിയിലാണോ വീട്ടിലാണോ? വീട്ടിലാണ്, അല്ലേ? നമ്മൾ ദൈവത്തെ വിളിക്കാൻ തുടങ്ങുന്നതും കുരിശ് വരയ്ക്കാൻ തുടങ്ങുന്നതും ഒക്കെ നമ്മൾ വീട്ടിലാണ്. അത് കഴിഞ്ഞ് ഒരു 5 വയസ്സൊക്കെ ആകുമ്പോഴേക്കും 4 വയസ്സൊക്കെ ആകുമ്പോഴേക്കാണ് കുഞ്ഞുങ്ങളെ വേദപാഠത്തിന് നമ്മൾ കൊണ്ടുവിടുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കരുത് കാറ്റഗിസം ക്ലാസ്സിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ ഇതെല്ലാം പഠിക്കുന്നതെന്ന്. ഒരു അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നത് കണ്ടാണ് കുഞ്ഞ് വളരുന്നത്, അവർ കുരിശ് വരച്ചു കൊടുക്കാനായിട്ട്. അതുകൊണ്ട് ഗാർഹിക സഭ എന്നാണ് വത്തിക്കാൻ കൗൺസിൽ കുടുംബത്തെ വിളിക്കുന്നത്. ഒരു കുടുംബം സഭയാണെന്ന്. സഭയുടെ ഏറ്റവും ചെറിയ ഘടകമാണ് ഒരു കുടുംബം. അപ്പോൾ ഒരു സഭയാണെങ്കിൽ എന്തെല്ലാം നടക്കണം അവിടെ? അവിടെ മാതാപിതാക്കളാണ് തൻ്റെ വാക്കും പ്രവൃത്തിയും വഴിയായിട്ട്, മാതൃക വഴിയായിട്ട് കുഞ്ഞുങ്ങളെ വിശ്വാസം വളർത്തേണ്ടത്. ഇനി പൗരോഹിത്യ ധർമ്മമുണ്ട്. സഭയാണെങ്കിൽ സഭയിൽ പുരോഹിതമുണ്ട്, ബലിയർപ്പണമുണ്ട്, വിശുദ്ധീകരിക്കുന്ന കർമ്മമുണ്ട്. പുരോഹിതരുടെ ജോലി എന്നാ? സഭയും ജനങ്ങളെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പൗരോഹിത്യ ധർമ്മം, ഗാർഹിക സഭയാണ് നമ്മുടെ കുടുംബം എന്ന് പറയുമ്പോൾ 3 ദൗത്യങ്ങളുണ്ട്. ഒന്ന്, ഒരു പൗരോഹിത്യ ധർമ്മം വിശുദ്ധീകരിക്കുക എന്നുള്ളത്. മാമോദീസ വഴി രാജകീയ പൗരോഹിത്യത്തിൽ നമ്മളെല്ലാവരും അംഗങ്ങളാണ്. നിങ്ങളും പുരോഹിതരാണ്. ഞങ്ങൾ ശുശ്രൂഷ പൗരോഹിത്യം അഡീഷണൽ എടുക്കുന്നേ ഉള്ളൂ. മാമോദീസ സ്വീകരിച്ച നമ്മളെല്ലാവരും ഒരേ 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 പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നുണ്ട്. അതിന് പറയുന്നത് കിങ്ലി പ്രീസ്റ്റ്ഹുഡ് എന്നാണ്, രാജകീയ പൗരോഹിത്യം. എല്ലാ മാമോദീസ സ്വീകരിച്ചവരും. ബലി അർപ്പിക്കുന്നത് അച്ഛൻ തന്നെയല്ല. നിങ്ങൾ ആമീൻ പറയുമ്പോഴും ബലി അർപ്പിക്കുന്നത് നമ്മളെല്ലാവരും കൂടെയാണ്. അതുകൊണ്ട് പുരോഹിതരാണ് ഓരോ വിശ്വാസി. അതാണ് മാമോദീസ വഴി ഒരു രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നു. പ്രാർത്ഥനയും ബലിയർപ്പണവും ഉപവിയും സഹനവും വഴി ഓരോരോ കുടുംബവും പൗരോഹിത്യ ശുശ്രൂഷയിൽ പങ്കാളികളാവുന്നു. പ്രാർത്ഥന, നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥന നടക്കണം. ബലിയർപ്പണത്തിൽ നമ്മൾ കുടുംബമായിട്ട് പോയി പങ്കെടുക്കണം. സ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യണം. സഹനം ഏറ്റെടുക്കണം. കർത്താവിൻ്റെ സാക്രിഫൈസ്, ഒരു ബലി എന്ന് പറയുന്നത് സഹനമാണ്, അത് ഏറ്റെടുക്കണം. അങ്ങനെ പൗരോഹിത്യ ശുശ്രൂഷയിൽ അങ്ങനെയാണ് ഒരു കുടുംബം പങ്കുചേരുന്നത്. അപ്പോൾ ഒരു കുടുംബം ഗാർഹിക സഭ എന്ന് പറയുമ്പോൾ 3 റോളുണ്ട്. ഒന്ന്, ഒരു പുരോഹിതൻ്റെ റോള്, അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തേത്, രാജകീയ ധർമ്മമുണ്ട്, നയിക്കാനുള്ളത്. രാജാവ് അല്ലെങ്കിൽ ഭരണകർത്താക്കൾ ഒരു കുടുംബത്തെ ഭരിക്കുക. നമ്മൾ ചിലപ്പോൾ പറയും അവരാ മാപ്പിള എന്ന് പറയും. ചില വീടുകളിലെ കൺട്രോൾ മുഴുവൻ പെമ്പറന്നോത്തിൻ്റെ കയ്യിലാണ്, കെട്ടിയവനൊന്നും അറിയത്തില്ല. അത് അന്നേരം നമ്മൾ തമാശന് പറയും ആ കുടുംബത്തിൽ അവളാ മാപ്പിള, അവറാച്ചൻ മാപ്പിള എന്ന് പറയുന്ന പോലെ അവരാ മാപ്പിള എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇതിന് ശരിക്കും നടക്കേണ്ടത് 2 പേരും കൂടിയാണ് ഒരു കുടുംബത്തെ നയിക്കേണ്ടത്. ഒരു ഡയലോഗും ഒരു ഡിസ്കഷനും ഒക്കെ ആവശ്യമുണ്ട്. ഇന്നത്തെ കുടുംബങ്ങളിൽ അതില്ലാതെ ഒന്നും പോകുകയില്ല. കേവലം പാത്രം കഴുകാൻ തോമസിനെ വിളിക്കുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ സ്ത്രീയെ വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും ഒരുപോലെ ചർച്ച ചെയ്യുന്നത് ആ കുടുംബം എപ്പോഴും കൃപയുള്ള കുടുംബമായിട്ട് വരും. അതാണ് ഇപ്പം രാജകീയമായ ധർമ്മം. മാതാപിതാക്കൾ മക്കളെ മൂല്യങ്ങളിൽ നയിച്ചും വളർത്തിയും രാജകീയ ധർമ്മം നിർവഹിക്കണം. അവിടെ
കുടുംബങ്ങൾക്ക് ദൈവിക മൂല്യങ്ങളുടെ ഒരു ഭരണഘടന വേണം. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവിക മൂല്യങ്ങളുള്ള നിങ്ങൾ ചിന്തിച്ച് നോക്കണം, നിങ്ങളുടെ വീട്ടിലൊരു ഭരണഘടനയുണ്ടോ? വീട്ടിൽ ദൈവികമായ മൂല്യങ്ങൾ പാലിക്കുന്ന ഒരു ഭരണഘടനയുണ്ടോ? അത് ലംഘിച്ചാൽ മക്കളെ ശിക്ഷിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, മക്കളെ അത് ബോധ്യപ്പെടുത്തണം. ഈ കുടുംബത്തിൽ സന്ധ്യാപ്രാർത്ഥനയുണ്ട്, അതുകൊണ്ട് മകൻ എവിടെ പോയാലും ഇവിടെ കാണണം. പള്ളിയിൽ ഞായറാഴ്ച പോകണം, അപ്പനും അമ്മയും മക്കളും അങ്ങനെ കുടുംബമായിട്ട് പോകണം. അപ്പോൾ അവിടെ ഒരു രാജകീയ ധർമ്മം അവരെ നയിക്കാനുള്ള നിയമസംഹിതയുണ്ട്. മൂന്നാമത്തെ ധർമ്മം ഗാർഹിക സഭ എന്ന രീതിയിൽ പ്രവാചക ധർമ്മമാണ്, പഠിപ്പിക്കുക എന്നുള്ള ധർമ്മം. വചനം ജീവിച്ചും പ്രസംഗിച്ചും പ്രവാചക ധർമ്മം നിർവഹിക്കണം. പ്രവാചകനൊക്കെ പോയി പ്രസംഗിച്ചുകൊണ്ട് കവലയിൽ പോയി നിൽക്കണമെന്നില്ല. കുടുംബത്തിൽ തന്നെ ദൈവവചനം ജീവിച്ചും ദൈവവചനം പ്രാർത്ഥിച്ചും പ്രസംഗിച്ചും അത് മുന്നോട്ട് പോകണം. അപ്പം ഇതാണ് ഈ 3 ധർമ്മങ്ങൾ. അതുപോലെ തന്നെ ദൈവവിളി കുടുംബങ്ങളിലുണ്ടാകണം. നിങ്ങൾ ചിന്തിച്ചേ, ഇപ്പം തന്നെ നിങ്ങൾക്ക് കുഞ്ഞ് 1 or 2 ഉള്ളൂ, നിങ്ങൾ നേരത്തെ തീരുമാനം എടുത്ത് വെച്ചിരിക്കുക, ഗർഭിണികളാവുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അവനെ ഞാൻ ഡോക്ടറാക്കും, എനിക്കൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അവനെ ഞാൻ ഒരു എഞ്ചിനീയർ ആക്കും, എനിക്കൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അവനെ ഞാൻ ഒരു അച്ഛനാകാൻ വിടുമെന്ന് എത്ര അച്ഛനും അപ്പനും പറയും? നിങ്ങൾ പറയത്തില്ല. അതുകൊണ്ട് ഇപ്പം സെമിനാരിൽ ചേരാൻ പിള്ളേരില്ല. ഇത് മുന്നോട്ട് എങ്ങനെ സഭ പോവും? ചിലയിടത്തൊക്കെ അടച്ചു പൂട്ടാൻ തുടങ്ങി. ഇപ്പം അതുകൊണ്ട് 4 പള്ളികൾ 5 പള്ളികൾ ജർമ്മനിയിലൊക്കെ ക്ലബ് ചെയ്യാൻ തുടങ്ങി. കേരളത്തിലും കർണാടകയിലും ഒക്കെ അങ്ങനെ ആവുമോ എന്ന് എനിക്ക് സംശയമാണ്. നമുക്കിപ്പോൾ 2 വർഷമായിട്ട് 20 മൈനസ് സെമിനാരിൽ ചേർന്നിട്ടില്ല പിള്ളേർ. 4-5 പേര് ചേരുമെന്ന് കരുതി ഞങ്ങൾ ഇരുന്ന് ചോദിക്കും, പറയാം 2 വർഷം കൂടെ കഴിയട്ടെന്ന്. പിന്നെ വരാൻ പോകുന്നില്ല. അപ്പോൾ അപ്പനും അമ്മ ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഞാൻ ചെറുതായിരുന്നപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും ഇവനെ അച്ഛനാകാൻ പറ്റണം എന്ന് പറഞ്ഞ് കേട്ടാ ഞാൻ പറഞ്ഞു. ഈ വിഷയം ചർച്ച ചെയ്യുമായിരുന്നു. ഇന്നിങ്ങനെ ചർച്ചയേ ഇല്ല. ഇപ്പോൾ ഒരു കുടുംബം ഒരു ഗർഭഗൃഹം, വിളിയുടെ ഗർഭഗൃഹമാണ്, ദൈവവിളിയുടെ. അതുകൊണ്ട് കുടുംബങ്ങൾ ദൈവവിളിയുടെ സ്രോതസ്സാണ്. അപ്പോൾ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്കും സമർപ്പണ ജീവിതത്തിലേക്കും ഉത്തമ സന്താനങ്ങളെ വളർത്തി സമർപ്പിക്കേണ്ടത് കുടുംബങ്ങളാണ്. കുടുംബമില്ല, ഒരു കുടുംബത്തിൽ നിന്നും വരുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ 50 അമ്മമാർ എന്നെ കേട്ടിരിപ്പുണ്ടെന്ന് നോക്കട്ടെ. ഇവിടെ 56 പേര് ഇരിപ്പുണ്ട്. ഞാൻ കൂടെ 56 പേരിൽ നിന്ന് ഞാനിപ്പോൾ നോക്കി. 56 പേരിനകത്ത് നിങ്ങളെല്ലാവരും തീരുമാനം എടുത്തിരിക്കുക, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ. അപ്പം അങ്ങനെ അടുത്ത സഭയിൽ ആരാ ഇനി പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത്? അത് നിന്നു പോവോ? പൗരോഹിത്യം നിന്നു പോയെന്ന് പറയുന്ന പോലെ. അച്ഛന്മാരെ ശവടക്കിന് പാടുന്ന പാട്ടാ, ദേവാലയത്തിൽ പാട്ട് നിലച്ചെന്നൊക്കെ ഉള്ള പാട്ടുണ്ട്. അപ്പോൾ പാട്ട് നിലയ്ക്കാൻ പറ്റത്തില്ലല്ലോ, അടുത്ത അച്ഛൻ പാടണ്ടേ? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ദൈവവിളിയുടെ ഒരു വിളനിലമാണ് ഒരു കുടുംബം. കുടുംബങ്ങൾ ദൈവവിളി പ്രോത്സാഹിപ്പിക്കണം. കുടുംബത്തിന് അജപാലന ശുശ്രൂഷയും ആദ്യ പാഠം നൽകണം കുടുംബം. നല്ല കുടുംബങ്ങളിൽ ദൈവവിളി ഉടലെടുക്കും. അതുകൊണ്ട് ദൈവം സഹായിച്ച് നിങ്ങൾക്ക് 2-3 കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിന് ദൈവത്തിന് വിടും. അത് ഞാൻ കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുക്കും. ചെറുപ്പനാൾ മുതൽ അവർക്ക് അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്നൊരമ്മ തീരുമാനമെടുക്കണം. എനിക്ക് 2 ആൺകുഞ്ഞുങ്ങളാണ്, ഒരുത്തം പോട്ടെ, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്ന് അമ്മ ചിന്തിക്കാനായിട്ട് സാധിക്കണം. ഞാനത് വെല്ലുവിളിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇടുകയാണ്. ഞാൻ വന്നപ്പോൾ ദുബായിൽ അവിടെയൊക്കെ വന്നപ്പോൾ 5 കുഞ്ഞുങ്ങളുള്ള കുടുംബം കണ്ടു. 5 കുടുംബങ്ങൾ. ഒരു പ്രശ്നം ഇതാണ്, 5 കുടുംബങ്ങളുള്ളടത്ത് ഒരെണ്ണമൊക്കെ ആഘോഷമുള്ളൂ. അതിനെ വിടുവോന്നൊക്കെ, ഒരെണ്ണം ഉള്ളവരൊക്കെ എത്ര പേര് അച്ഛനായിരിക്കുന്നു. അതുകൊണ്ട് അച്ഛനാകാൻ പോകാൻ പറ്റത്തില്ലെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ലാസ്റ്റ് ഞാൻ ഒരു 5 മിനിറ്റ് എടുത്ത് കൺക്ലൂഡ് ചെയ്യാം. കുടുംബം സ്നേഹത്തിൻ്റെ ഭവനമാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഛായയിലാണ് ഒരു കുടുംബം പോകേണ്ടത്. നസ്രസിലെ കുടുംബമാണ് നമ്മുടെ മാതൃക. അവിടെ ആരൊക്കെയാണ്? യേശുവും മറിയവും യോസേപ്പ് പിതാവും. യേശുവും മറിയവും യോസേപ്പ് പിതാവും അവരടങ്ങുന്ന കുടുംബം. അവിടെ ഒരു കുടുംബം യോസേപ്പ് പിതാവും മാതാവും മുഴുവൻ സെക്ഷ്വാലിറ്റിക്ക് വേണ്ടി മാത്രം ഒരു അപ്പനുമായതല്ല. അത് കർത്താവ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഈ ചില സമയത്ത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ മനുഷ്യർ എല്ലാവരും ചിന്തിക്കുന്നു വിവാഹ ജീവിതം നയിക്കുന്നത് സെക്ഷ്വാലിറ്റിക്കുള്ള ഒരു ലൈസൻസ് ആണെന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. അല്ല, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അനുഭവത്തിൽ നിന്നറിയാമല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ സെക്ഷ്വാലിറ്റിക്ക് വേണ്ടി ജീവിക്കുന്നവരൊന്നും അല്ലല്ലോ. അതൊക്കെ നിങ്ങൾക്ക് സുഖമില്ലാത്ത അവസരങ്ങളുണ്ട്, നിങ്ങളുടെ പീരീഡ്സ് ഉണ്ട്. ഈ സമയത്തൊക്കെ നിങ്ങൾ അതിനെയൊക്കെ അതിജീവിക്കുമല്ലേ. അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല, അതുകൊണ്ട് അങ്ങനെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മൾ സ്ത്രീയും പുരുഷനുമായി അവിടുത്തെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ ത്രിത്വം ഏകമല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിത്വം, അതൊരു യൂണിറ്റിയാണ്. അതുപോലെ യോസേപ്പ് പിതാവും മാതാവും യേശുവും ഒരു യൂണിറ്റിയാണ്. അത് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു റെപ്ലിക്കയാണത്.
അതുകൊണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഓരോ കുടുംബവും ആ സ്നേഹം കൊണ്ട് ബൈൻഡ് ചെയ്യപ്പെടണം. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മൾ സ്നേഹത്തിൻ്റെ ഉറവിടങ്ങൾ, ദാമ്പത്യ സ്നേഹം ദൈവസ്നേഹത്തിൻ്റെ അഗാധവും പരിശുദ്ധവുമായ ആവിഷ്കാരമാണ്. ദമ്പതികളുടെ സ്നേഹത്തെ പൂർത്തീകരിക്കുന്നത് കൂദാശ വഴിയായിട്ടാണ്. അതിൽ സന്നിഹിതനാകുന്ന കർത്താവ് തന്നെയാണ് ആ സ്നേഹത്തെ പൂർത്തീകരിക്കുന്നത്. കൂദാശയിലെ കൃപ അവരെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു. കൂദാശ ജീവിതത്തിൽ ലഭിക്കുന്ന ആ കൃപ അവരെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു. അതിനായി അവരെ ശക്തിപ്പെടുത്തുന്നു എന്നാണ് കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് പറയുന്നത്. ദൈവം സ്ഥിരതയുടെ ആധാരമാണ്. യേശുവിനെ ദാമ്പത്യ സ്നേഹത്തിന് മധ്യസ്ഥനായിട്ട് സ്വീകരിക്കണം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ കുടുംബത്തിലുണ്ടാകണം. നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും പരിശുദ്ധ അമ്മ മധ്യസ്ഥയായിരിക്കണം. യേശു മോഡലായിരിക്കണം. അതുപോലെ തന്നെ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥവും നമുക്ക് കുടുംബത്തിന് വേണം. വിശുദ്ധ കുർബാന എന്ന ശക്തി സ്രോതസ്സിൽ നമ്മൾ അഭയം തേടണം. നമ്മുടെ കുടുംബം കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നൊരു കുടുംബമായിട്ട് മാറണം. അതിനകത്ത് കുർബാനയ്ക്കകത്ത് പറയുന്നത്, അപ്പോൾ ഇനിയും നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും മുറിക്കപ്പെടുകയും ചെയ്യുന്ന ശരീരമാണ്. അപ്പോൾ ഒരു കുടുംബം മക്കൾക്ക് വേണ്ടിയിട്ട് മുറിക്കപ്പെടുന്ന ഇതാണ്. അവിടെയാണ് കൃപയുണ്ടാകുകയുള്ളൂ. അതുപോലെ തിരുക്കുടുംബത്തിൻ്റെ പാതയിൽ നമ്മൾ നടക്കണം. ശരീരം ധരിക്കുന്ന സ്നേഹം ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് ഒരു ലൈംഗികത വിവാഹ ജീവിതത്തിൻ്റെ ഒരു അഭേദ്യ ഘടകമാണ്. അത് മാത്രമല്ല, അതിനും പ്രാധാന്യം കൊടുക്കണം. അതില്ലാതെ ഒരു സ്നേഹം അവർക്ക് പങ്കിട്ട് ജീവിക്കാൻ പറ്റുകയില്ല. ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിനകത്ത് അത് നിഷേധിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. ഭർത്താവിനോ ഭാര്യയ്ക്കോ പരസ്പരം അവരുടെ ലൈംഗികത നിഷേധിക്കാനായിട്ട് പറ്റുകയില്ല. ക്രിസ്ത്യ കുടുംബ ജീവിതത്തിൽ അത് പുണ്യത്തിനെതിരല്ല, അത് പുണ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുക. ഇണയും തുണയുമായിട്ട് വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെടുന്നവരായിട്ട് ജീവിക്കുക. നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. കുടുംബജീവിതം നയിക്കുന്നവരും വിശുദ്ധരാണ്. അതുകൊണ്ടാണല്ലോ മോണിക്ക, നമ്മുടെ സെന്റ് അഗസ്തീനോസിൻ്റെ അമ്മ, വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. അതുകൊണ്ടാണല്ലോ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ മാതാപിതാക്കളെ വിശുദ്ധരായിട്ട് സഭ പ്രഖ്യാപിച്ചത്. അവർ വിവാഹ ജീവിതം നയിച്ച അച്ഛന്മാരും കന്യാസ്ത്രീകളും മാത്രമല്ല വിശുദ്ധരാകുന്നത്. നല്ല കുടുംബജീവിതം നയിക്കുന്ന അപ്പനും അമ്മയും ഒക്കെ വിശുദ്ധരായിട്ട് വരാം. അതുകൊണ്ട് വിശുദ്ധി എന്നുള്ളത് ആർക്കും മാറ്റിവെച്ചിട്ടില്ല. സഭയിലെ വിശുദ്ധി എല്ലാവർക്കും വേണ്ടി ഓപ്പണാണ്. അതുകൊണ്ട് കൊച്ചുത്രേസ്യയുടെ മാതാപിതാക്കളെ സഭ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചുവെങ്കിൽ നിങ്ങൾക്കിവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ വിശുദ്ധ അമ്മയായിട്ട് വിശുദ്ധ അപ്പനായിട്ട് മാറാൻ പറ്റും. ഈ ഒരു ക്രിസ്തീയ കുടുംബജീവിതത്തെ ആ രീതിയിൽ സമീപിക്കുമ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയമായതുകൊണ്ട് നമ്മുടെ ഈ പറഞ്ഞ രീതിയിൽ കൃപ നിറയുന്ന കുടുംബങ്ങളായിട്ട്, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ജീവിച്ചാൽ നമ്മുടെ കുടുംബങ്ങൾ കൃപ നിറയുന്ന കുടുംബങ്ങളായിട്ട് വരും. ആ കൃപയുള്ള കുടുംബങ്ങളായിട്ട് നമ്മൾ ഗാർഹിക സഭ എന്ന രീതിയിൽ പൗരോഹിത്യത്തിന് 3 ശുശ്രൂഷകൾ വിശുദ്ധീകരിക്കുക, നയിക്കുക, അതുപോലെ പഠിപ്പിക്കുക എന്നുള്ള ആ നിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ, തിരുക്കുടുംബത്തിൻ്റെ ഛായയിൽ ജീവിക്കാനായിട്ട് ഒക്കെ സാധിക്കട്ടെ. അതിനുള്ള കൃപയും അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് തരട്ടെ.